നിങ്ങളെല്ലാവരും റീസെൻ്റ്ലി അറിഞ്ഞിട്ടുണ്ടാവും, ഇവിടെ പോളണ്ടിലൊരു 23 വയസ്സുകാരൻ ആഷിഖ് തൃശ്ശൂർകാരൻ മരണപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ പോളണ്ട് വേസ്റ്റ് ആണെന്ന് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് ഇത് കേൾക്കുന്ന കുറേ പേരുണ്ടാവും, ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് ചെയ്യാൻ കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. ജസ്റ്റിസ് ഫോർ ആഷിഖ് എന്നുള്ള പോസ്റ്റ് പല ആൾക്കാരും ഇട്ടപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വന്നിരുന്നു, ഇത് ചെയ്യണം, നിങ്ങളെന്താ ചെയ്യാത്തത്. ഞങ്ങളെ അടുത്തുനിന്നൊരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല വ്യക്തമായി പഠിച്ച് പറയണം എന്നുള്ളൊരു ഒരു നിയമം ഞങ്ങളുടെ അടിയിലുണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ടൈം എടുത്ത് ഓരോ ആൾക്കാരുടെ അടുത്തും പോകേണ്ടവരുടെ അടുത്തൊക്കെ പോയി, പിന്നെ സംസാരിക്കേണ്ടവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഒരു 2-3 ദിവസം ലാസ്റ്റ് 2-3 ദിവസം ഞങ്ങൾ നല്ല യാത്രകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് സംസാരിക്കാൻ ഞങ്ങൾ ടൈം എടുത്തത്. അപ്പോൾ ഈ ഒരു ഫുൾ എപ്പിസോഡ് ഞങ്ങൾ ആഷിഖിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റുന്ന എന്ത് രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് സമർപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏകദേശം 150 കിലോമീറ്റർ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ 2-3 സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളും നമ്മൾ കണ്ട ഫൈൻഡിങ്സുകളും പിന്നെ ആഷിഖിൻ്റെ അച്ഛനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരിൽ ഒരു 3 പേരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഫോൺ ത്രൂവും നേരിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിൽ ഇതിൽ എത്താൻ നമുക്കൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ട ഫൈൻഡിങ്സ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ 7 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ 3 ഫ്രണ്ട്സിനെ മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ബാക്കി 4 ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് വേറെ വേർഷൻസ് ഉണ്ടാക്കും. നമുക്കിപ്പോൾ കേട്ട വേർഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് 3 ആയിട്ടില്ല, അതിൻ്റെ മുമ്പ് ഇത് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഞങ്ങളെ കൂടെ എന്നുള്ളത് ആഷിഖാണ്. ആഷിഖ് ഇവിടെ ഇതിൻ്റെ മുമ്പൊക്കെ മരിച്ച ആൾക്കാരുണ്ടായിരുന്നു, യൂറോപ്പിലായാലും പോളണ്ടിലൊക്കെ. അവരൊക്കെ ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാനും അതിനൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾക്ക് തോന്നിയത് ആഷിഖിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു പിന്നെ തീരുമാനം ആഷിഖ് ഞങ്ങളെ കൂടെ ലാസ്റ്റ് 2-3 ദിവസം പിന്നെ കംപ്ലീറ്റ് ട്രാവൽ ചെയ്യാനും ഞങ്ങളെ കൂടെ എല്ലാത്തിനും പുള്ളിക്കാരൻ്റെ വർക്കിൽ നിന്നും ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഞങ്ങളെ കൂടെ വന്നു. ആഷിഖ് ഞങ്ങളെ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി ഞങ്ങൾ 2 മണിക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ പല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2-3 ഫ്രണ്ട്സും പല സ്ഥലത്തും സ്പ്ലിറ്റായിട്ടാണ് ഇവരുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ 7 കൂട്ടുകാരന്മാരെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ പല വാർത്തകളും വന്നിട്ടുണ്ട്. അവർ ഒളിഞ്ഞു കിടക്കുകയാണ്, അവരെ ഏത് പിന്നെ ദുനിയാവിൻ്റെ എവിടെ ഏത് കോണിലായാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്നൊക്കെയുള്ള കമൻസൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഫോൺ വിളിച്ചപ്പോൾ വേണമെങ്കിലും എടുക്കുന്ന 1-2 പേരുണ്ട്. അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവരുടെ ഈസിയാണ്. അവർ വർക്കിംഗ് ടൈമിൽ മാത്രമേ ഒരു റിസ്ക് ഉള്ളൂ അവർക്ക് ഫോണിൽ സംസാരിക്കാൻ. ബാക്കിയുള്ള ടൈമിലൊക്കെ അവർ ഫോൺ അറ്റൻഡ് ചെയ്യും, സംസാരിക്കും, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. അങ്ങനെ അവർ പറഞ്ഞ ഒരു സ്റ്റോറി എന്താണ് അന്ന് അവിടെ നടന്നത്. മാർച്ച് 31 ഈസ്റ്ററിൻ്റെ ദിവസം ഒരു ഞായറാഴ്ച എന്ത് നടന്നു എന്നുള്ളത് ഞങ്ങൾ ഈ 2 ദിവസം ഞങ്ങൾ അവരിൽ നിന്ന് കേട്ട സ്റ്റോറി നിങ്ങളോട് പറയാം, അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ മാർച്ച് 31 12:30 ആഷിഖിൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട്, അവനൊരു ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവറാണ്. അവർ 2 പേരും അവരൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവരെ വീടിൻ്റെ മുറ്റത്ത്, ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 2 ബിൽഡിങ് എടുത്തെടുത്താണ്. അതിൽ ഒരു ബിൽഡിങ്ങിൽ ആഷിഖും അവൻ്റെ 2 ഫ്രണ്ട്സും, മറ്റേ ബിൽഡിങ്ങിൽ ഈ ഡ്രൈവർ ഫ്രണ്ടാണ്. പക്ഷേ അന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് അവൻ്റെ കൂടെ അവൻ്റെ 3 വേറെ ഫ്രണ്ട്സും വന്നിരുന്നു. അങ്ങനെ ഇവർ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ആഷിഖും ഈ ഡ്രൈവർ സുഹൃത്തും അവൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ കാർ എടുക്കുന്ന ടൈമിൽ റിവേഴ്സ് എടുത്തപ്പോൾ ആഷിഖ് പോയി ഡോറ് തുറന്നത് തട്ടിയത് നല്ല സ്പീഡിൽ റിവേഴ്സ് എടുത്താന്ന് തോന്നുന്നു ഈ ഡ്രൈവർ പയ്യൻ. ആഷിഖ് അപ്പോൾ ഡോറ് തുറന്നു കാറിൻ്റെ. അത് തട്ടിയത് അവിടെ ഉണ്ടായിരുന്നൊരു ഉക്രൈനിയുടെ കാറിലാണെന്നാണ് പറയുന്നത്. അത് തട്ടിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ബാക്ക് ടയറിൻ്റെ മുകളിലൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് ഇത് തട്ടിയത്. അപ്പം ആ ഭാഗം നിളങ്ങി. അപ്പോൾ ഈ ഉക്രൈനി ഒരു ടാളായിട്ടുള്ള നല്ല ഹൈറ്റുള്ള ഒരാളാണ്. അയാളും പിന്നെ ഈ 2 ബിൽഡിങ്ങും നോക്കുന്നൊരു ഓണറല്ല, ഒരു കാര്യസ്ഥൻ എന്ന് പറയാം. അതൊരു മല്ലനായ ഉക്രൈനിയാണ്. അയാളും കൂടെ വന്നിട്ട് അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നു.
അവർ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അവർ ഈ പിന്നെ ആഷിക്കിൻ്റെ ഡ്രൈവറായ സുഹൃത്തിനോട് പറയാണ്, നീ ഒരു 2000 സ്ലോത്തി തരണം എന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ട് പറഞ്ഞു 5000 ആണെന്ന് തോന്നുന്നു, പക്ഷേ നമുക്ക് 2000 എന്ന് പറയാം. അതായത് ഒരു 40,000 ഇന്ത്യൻ റുപ്പീസ്, 42,000 ഇന്ത്യൻ റുപ്പീസ് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആഷിക്കിൻ്റെ ഈ സുഹൃത്ത്, ഡ്രൈവറായ സുഹൃത്ത് പോലീസിനെ വിളിച്ചോളി, ഞങ്ങൾ പൈസ തരില്ലായിരുന്നു. ഈ സമയത്തൊക്കെ ഇതൊക്കെ അവർ പറഞ്ഞ സ്റ്റോറി അതേപോലെ പറയാട്ടോ, ഞങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞങ്ങളവിടെ ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് അവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആഷിക്കിൻ്റെ കൂടെ ഉള്ള ആളും അവർ രാവിലെ മുതലേ മദ്യപിച്ചിട്ടുണ്ട്. അന്ന് ഈസ്റ്ററിൻ്റെ സൺഡേ ആയതുകൊണ്ട് അവർ നല്ല എൻജോയ് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ 3 മണിയായപ്പോൾ, ഈ 12ൻ്റെ ഈ ടൈമൊക്കെ കഴിഞ്ഞ് 3 മണിയായി, പോലീസ് വന്നു. ഈ ആഷിക്കിൻ്റെ ഫ്രണ്ട് ഡ്രൈവറിനെ പോലീസ് കൊണ്ടുപോകുന്നു. പിന്നെ അപ്പോഴും ഉക്രൈനീസൊക്കെ അവിടെ ഉണ്ട്, ഈ 2 പേര് ഉക്രൈനീസ് അവിടെ ഉണ്ട്. അതിൽ പോലീസ് ഈ ഡ്രൈവർ ഫ്രണ്ടിനായിട്ട് പോയി. ഈ മറ്റേ ഉക്രൈനിയും മറ്റേ 2 ഉക്രൈനികളുണ്ട്, അവർ 2 പേരും, ഈ മല്ലനായ ഉക്രൈനിയും ഈ കാറിൻ്റെ ഓണർ ഉക്രൈനിയും എന്ത് ചെയ്യുന്നു, ഇവരെ റൂമിലോട്ട് കയറിപ്പോയിട്ട് നിങ്ങൾ കാറ് മാറ്റി തരണം, ഞങ്ങളെ വണ്ടി എടുത്ത് പോകണമെന്ന് പറയാണ്. പക്ഷേ ഈ കീ ഡ്രൈവർ ഫ്രണ്ടിൻ്റെ കയ്യിലായതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവരവിടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി, ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ ഡ്രൈവർ ഫ്രണ്ട് തിരിച്ചു വരുന്നത് ഒരു 7 മണി ഒക്കെ ആയപ്പോഴാണ്, ഈവനിങ് 7 മണിയപ്പോൾ. 3 മണിക്ക് ഈ പിന്നെ സംഭവങ്ങളൊക്കെ പോലീസ് വന്ന് കൊണ്ടുപോയ ആൾ തിരിച്ചു വരുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് തിരിച്ചു വന്നപ്പോൾ ഇവൻ്റെ ലൈസൻസ് പോലീസ് സ്റ്റേഷനിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ലൈസൻസ് അപ്പം റദ്ദാക്കിയില്ല, പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റദ്ദാക്കിയതെന്ന് അവൻ പറയുന്നത്. കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ ഉക്രൈന് ദേഷ്യത്തോടെ, ഈ 2 ഉക്രൈനീസ് ദേഷ്യത്തോടെ, ഈ മല്ലനായ ഇവിടുത്തെ കാര്യസ്ഥൻ ഉക്രൈനിയും പിന്നെ ഈ നല്ല ഹൈറ്റുള്ള ഈ കാറിൻ്റെ ഓണർ ആ ഉക്രൈനിയും ഇവരെ റൂമിൽ ചെന്നിട്ട് ഈ കാറിൻ്റെ ഓണർ പയ്യൻ്റെ ചിറിക്കിട്ടൊന്ന് കൊടുക്കുന്നു. റൂമിലിരിക്കുന്ന സമയത്ത് അവന്റെ മുഖത്തടിച്ചു. പറഞ്ഞെന്താ വെച്ചാല് ചാവിയുള്ള ആള് തിരിച്ചു വന്നല്ലോ, വണ്ടി എടുത്ത് മാറ്റാൻ. അപ്പൊ ഇവരുടെ അടുത്ത് പോലീസ് വണ്ടി എടുക്കരുതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്താലാണ് ഇവർ വണ്ടി മാറ്റാത്തത് എന്നോ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ അവിടുന്ന് അവർ വാതിലൊക്കെ അടച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ആഷിക്കിൻ്റെ ഈ ഫ്രണ്ട്സും എല്ലാവരും ഇരുന്ന് അവരവിടുന്ന് പിന്നെയും മദ്യപിച്ചിട്ടുണ്ട് ആ റൂമിലിരുന്നിട്ട്. പിന്നെ അവർ മദ്യം കുപ്പി കഴിഞ്ഞപ്പോൾ വീണ്ടും കുപ്പി മേടിക്കാൻ പോയി. ഇവിടെ പോളണ്ടിൽ ഏത് ഹോളിഡേ ആയാലും ഏത് ദിവസമായാലും 24 hours വർക്ക് ചെയ്യുന്ന ഒരേ ഒരു കട ഉള്ളത് മദ്യത്തിൻ്റെ കട. അത് ഇനി ഏത് കവലകളിൽ ചെന്നാലും, എത്ര ചെറിയ ടൗണിൽ ചെന്നാലും മദ്യക്കട ഉണ്ടാവും അവിടെ. സൂപ്പർ മാർക്കറ്റ്സ് ഇല്ലെങ്കിലും മദ്യക്കട ഉണ്ടാവും. അങ്ങനെ ഒരു മദ്യക്കടയിലോട്ട് ഇവർ രാത്രി ചെന്നപ്പോൾ ഒരു 9:30-10 മണിയായി കാണും, ഒരു 10 മണിയായി കാണും. അവർ ചെന്നപ്പോൾ അവിടെ പുറത്ത് അവർ മദ്യം മേടിച്ചിറങ്ങുന്നു. അപ്പോൾ പുറത്ത് ഈ ഉക്രൈനി ഉണ്ടായിരുന്നു, ഈ മല്ലനായ കാര്യസ്ഥൻ ഉക്രൈനിയും അയാളെ കൂടെ ഒരു ഗേളും പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു. അയാൾ ഇവരെ പരിഹസിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്ന് ഇവരെന്തിനാ എൻ്റെ മൂന്തൊക്കെ അടിച്ച നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഉന്തും തള്ളും ആവുന്നു. അങ്ങനെ ഈ ഉക്രൈനി അവിടുന്ന് പുറകിലോട്ട് ഓടി. ആ ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ല, അല്ല എൻ്റെ 10 മണി 9:30 തിരിച്ചു. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരാളല്ല ഒരു പറ്റം. അതെ, അയാൾ പോയിട്ട് ഈ യുക്രൈനീസ് എല്ലാവരും പാർട്ടി ചെയ്യേണ്ടതിൻ്റെ ഒരു അടുത്ത് തന്നെ ഒരുപാട് 10-20 യുക്രൈനീസ് പാർട്ടി ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പുറത്ത്. ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെ അതൊക്കെ ഒരു 5 മീറ്റർ 10 മീറ്റർ അപ്പുറത്ത് അതൊക്കെ നടക്കുന്നത്. ഈ യുക്രൈനീസ് പാർട്ടി ഈ 24 hours ആൽക്കഹോളിൻ്റെ ഷോപ്പ് ഒരു 10-20 മീറ്റർ അടിയിൽ. ഇവർ ഈ യുക്രൈനിനെ കാണുന്നു, അയാൾ പരിഹസിക്കുന്നു, അതെല്ലാം ഒരു 10 മീറ്ററിൻ്റെ അടിയിൽ. ഇയാൾ ഓടിച്ചെന്ന് ഈ പാർട്ടി നടത്തുന്ന ഉക്രൈനി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആണുങ്ങളോടും ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവരെല്ലാവരും ഓടി വരുന്നു, ഇവരെ കാണുന്നു, അവിടെ പ്രശ്നമാവുന്നു. അപ്പോൾ ആ പ്രശ്നത്തിൽ ഇവർ പറയുന്നത്, ഈ ഡ്രൈവർ പയ്യൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ആദ്യം ഓടി ഒരു റൂമിൽ കയറി. ഇവർക്ക് 2 റൂമുണ്ട്, മലയാളികൾ അവിടെ താമസിക്കുന്ന 2 റൂം, 2 ബിൽഡിങ്ങിലായിട്ട് 2 റൂമാണ്. അതൊക്കെ ഞങ്ങൾ ഇതിൽ വീഡിയോ ആഡ് ചെയ്യാം. ഇവനൊരു റൂമിൽ കയറി. ഇവൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് ആഷിക്കാണ് അതിൽ, പിന്നെ ഒന്ന് വേറൊരു 30 വയസ്സ് കഴിഞ്ഞൊരു പയ്യനും. അപ്പോൾ
ഇവര് മൊത്തം 3 ആളാണ് പുറത്ത് ആൽക്കഹോൾ മേടിക്കാൻ പോയത് ഈ ആളതില് ഡ്രൈവർ സുഹൃത്താണ്. മൂപ്പര് റൂമിലേക്ക് ഓടിക്കയറി ഈ പ്രശ്നം ഉണ്ടായ സമയത്ത്. അത് ഓരോ ആളുകളായിട്ടാണ് വന്നത്. 3 പേര് ഒരുമിച്ചാണ് ഈ മദ്യം മേടിക്കാൻ വേണ്ടി ആൽക്കഹോൾ ഷോപ്പിലോട്ട് പോയത് റൂമിൽ നിന്ന്. പിന്നെ തിരിച്ചവർ വരുന്നത് ആദ്യം ഡ്രൈവർ പയ്യൻ പേടിച്ചു ഓടി വന്നു. അതിനുശേഷം വന്ന പയ്യന്റെ തലക്ക് അടി കിട്ടിയിട്ടാണ് വന്നത്. അവൻ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു പറഞ്ഞു. അവരതിന്റെ ഫോട്ടോ അയച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് അയച്ചു തരികയാണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ആടയും, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഉണ്ടാവില്ല. അപ്പോൾ കയ്യിന്റെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, തലന്റെ ഇവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് അവര് ഫസ്റ്റ് എയ്ഡ് അവര് റൂമിൽ തന്നെ അവരെന്നെ സ്വയം ഫസ്റ്റ് എയ്ഡ് ചെയ്തു. നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ല അടി കിട്ടിയെന്ന്. ഏറ്റവും അവസാനം വന്ന ആള് ഇവരപ്പോഴും ആഷിക്ക് എവിടെയെന്നൊന്നും ഇവർക്ക് അറിയില്ല. ആഷിക്ക് അപ്പോഴും റൂമിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ പേടിച്ച് ചോരൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 30 വയസ്സ് കഴിഞ്ഞ് ഈ പയ്യൻ ഈ അടി കിട്ടിയ പിന്നീടാണ് ആഷിക്ക് റൂമിൽ വന്നിട്ട് ഈ ചേട്ടനെയാണ് ആഷിക്ക് ആദ്യം വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഈ അടി കിട്ടിയ. ആ ചേട്ടനോട് പറയാണ്, ചേട്ടാ നിങ്ങൾക്ക് അടി കിട്ടിയല്ലേ, എനിക്കും കിട്ടി. ആഷിക്കിൻ്റെ ദേഹത്ത് ഒരു ബ്ലീഡിങ്ങും ഇല്ല, ആഷിക്കിൻ്റെ തലക്ക് ഒരു പ്രശ്നവുമില്ല. ആഷിക്ക് വന്നു, ആഷിക്ക് എന്ത് ചെയ്തു വെച്ചിട്ടാ ആഷിക്ക് ഷർട്ട് അയച്ചിടുന്നു. ആഷിക്ക് അപ്പോൾ ഒരു റെഡ് ഹുഡിയാണ് ഇട്ടിരുന്നതെന്ന് അവർ പറയുന്നത്. ആഷിക്ക് രാവിലെ ഫോട്ടോയിൽ അച്ഛൻ പറഞ്ഞിരുന്ന ഒരു ഷർട്ട് കാണാനില്ലാന്ന് ബ്ലൂ, ആ ഷർട്ട് മാറ്റിയിട്ട് രാത്രി ആയപ്പോൾ ഒരു റെഡ് ഹുഡ് ഇട്ടിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. ആൽക്കഹോൾ ഷോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ റെഡ് ഹുഡ് ഇട്ടത് അല്ലേ? ആ അപ്പോൾ അതൊക്കെ അയച്ചു വെച്ച് അതെ ആഷിക്കിൻ്റെ റൂമിലാണ് ഇവരെല്ലാവരും ഓടി കയറിയിട്ടുള്ളത് എല്ലാവരും. അപ്പോൾ അതൊക്കെ റെഡ് ഹുഡിയൊക്കെ അയച്ച് വെച്ച് അവൻ പാൻറ്റും അയച്ചു വെച്ച് ഒരു ഷോർട്സിൽ അവൻ കിടക്കുന്നു. അവൻ കടന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മല്ലനായ അവിടുത്തെ കാര്യസ്ഥൻ ഉക്രൈനിയും വേറെ 2 ആൾക്കാരും വേറെ ഒരാളും കൂടി വന്ന് വാതിൽ മുട്ടുന്നു. ഇവരോട് തുറക്കാൻ പോളിഷിലാണ് സംസാരിക്കുന്നതെല്ലാം. ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഈ ഫോറിനേഴ്സിന് ഇവർക്ക് പോളിഷും അറിയില്ല. മലയാളി പയ്യന്മാർക്ക് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അവിടെ. അങ്ങനെ ഇവരെന്തൊക്കെയോ പറഞ്ഞ് വാതിലിൽ പിന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പയ്യൻ പറയുന്നു, ഒരു 28 വയസ്സുള്ള ഒരു മലയാളി പയ്യൻ പറയുന്നുണ്ട്, നമ്മൾ വാതിൽ തുറക്കുക, അല്ലെങ്കിൽ അവർ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടും. അങ്ങനെ വാതിൽ തുറന്ന ഉടനെ തന്നെ ഇവർ എന്തൊക്കെ പറയുന്നുണ്ട്, ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവർ പറയുന്നുണ്ട് നമ്മളെ മലയാളി പയ്യന്മാർ. അപ്പോൾ ആഷിക്ക് നീക്കുന്നു. ആഷിക്ക് എണീച്ചിട്ട് അതാണ് അവസാനമായിട്ട് ആഷിക്ക് അവൻ്റെ ശരീരം കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് ഇവർ കാണുന്നത്. ആഷിക്ക് മതി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഈ മല്ലനായ ആള് ഇവിടെ വന്നപ്പോ, ഈ യുക്രൈൻ ഇവിടെ വന്നപ്പോ അയാളെ കയ്യിൽ ഒരു ബേസ്ബോൾ ബാറ്റ് ഉണ്ടായിരുന്നു. ബേസ്ബോൾ ബാറ്റ് അല്ല, ഒരു ചെറുതും പിന്നെ അറ്റത്തേക്ക് കുറച്ച് ഇങ്ങനെ വീതി കൂടി ടൈപ്പില് ബേസ്ബോൾ മരത്തിന്റെ തടി എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റിക്ക് കൊണ്ട് അയാൾ ചുമരിലൊക്കെ മുട്ടിയിട്ട് ആഷിക്കിനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഷിക്ക് എണീച്ചിട്ട് വയ്യാത്ത ആഷിക്ക് അപ്പോൾ ഇവിടുന്ന് മതി എന്നുള്ള ഇതിൽ അധികം സംസാരിക്കാതെ ആക്ഷൻ ഇട്ടു. അതായത് ഒരാൾക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മതി, എന്നെ കൊണ്ട് വയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നാണ് ഈ പയ്യന്മാർ പറയുന്നത്. ഇതൊക്കെ അവര് ചെയ്ത് കാണിച്ചെന്ന കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ആഷിക്ക് പോയി തിരിച്ച് കിടക്കുന്നു. ഇവരെല്ലാവരും പിന്നെ ആഷിക്കിനോട് ചോദിക്കുന്നുണ്ട്, ഈ മലയാളി പയ്യന്മാർ നിങ്ങൾക്ക് ഭക്ഷണം വേണോ, അന്നിനി ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആഷിക്ക് എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, ഞാൻ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞു. അതെ, ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഈ മലയാളി പയ്യന്മാർ കുക്കൊക്കെ ചെയ്ത് അവർ വേറെ മറ്റേവൻ്റെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി അവിടെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ആഷിക്ക് ഇവിടെ കിടക്കുന്നു. ആഷിക്കിൻ്റെ റൂമിൽ 3 ബെഡാണുള്ളത്. 3 ദിശയിലിട്ട 3 ബെഡ്റൂം. അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു. ആ റൂമൊക്കെ അതുപോലെ ഉണ്ട്, ബെഡ്ഷീറ്റ് പോലും മാറ്റിയിട്ടില്ല, അതുപോലെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്നിട്ട് രാവിലെ ആഷിക്ക് ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. ഇവർ രാത്രി ഉറങ്ങി. പിന്നെ ആഷിക്കിൻ്റെ റൂമിൽ 3 പേര് ഉറങ്ങി, മറ്റേ റൂമിൽ 4 പേരും ഉറങ്ങി. അങ്ങനെ ഒരു 6:30 മോർണിംഗ് ആയപ്പോൾ ഇതിലൊരു 28 വയസ്സുള്ള ഒരു പയ്യൻ എണീക്കുന്നു. അവൻ എന്നും രാവിലെ നേരത്തെ എണീക്കുന്ന പറഞ്ഞ്. അവൻ എണീച്ചപ്പോൾ ആഷിക്ക് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അവൻ തലേന്ന് തൊട്ടേ കൂർക്കം വലിക്കുന്നുണ്ട്. അവര് ഫുഡ് കഴിച്ച് തിരിച്ചു വന്ന സമയത്ത് ആഷിക്ക് അവിടെ ഉറങ്ങുകയാണല്ലോ, അപ്പൊ അവൻ കൂർക്കം വലിക്കുന്നുണ്ട്. അപ്പോ
എന്നിട്ട് രാവിലെ ഇവൻ എണീറ്റ സമയത്ത് ഇവൻ 6-6:30 ആയപ്പോൾ എണീറ്റപ്പോഴും അങ്ങനെ കൂർക്കം വലിക്കുന്നവൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ആഷിക്ക് ആ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒന്നും അവന്റെ ഫേസ് ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവൻ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ കൂർക്കം വലിക്കുന്നത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ കൂർക്കം വലിക്കാത്ത ഒരാളാണ് ആഷിക്ക് രഘു. പക്ഷെ അന്നത്തെ ദിവസം അന്ന് കിടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ശബ്ദം കൂർക്കം വലി പോലെ ശബ്ദം രാവിലെ അവൻ കൂർക്കം വലി കേട്ടു. അതെ അതെ കൂർക്കം വലി കേട്ട് അങ്ങനെ ഇവൻ ഒന്നും ഇവൻ്റെ ഫേസ് കാണാനില്ല ഈ കൂർക്കം വലി കേൾക്കുന്ന ആൾക്ക്. എന്താ വെച്ചാൽ അവൻ ബെഡിൽ കടന്ന് നമ്മൾ രാവിലെ എണീച്ചാൽ ഫോൺ എടുക്കുമല്ലോ, ചില ആൾക്കാർക്ക് ആ സ്വഭാവമുണ്ട്, ഫോൺ എടുത്തിട്ട് 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഈ എണീച്ച ആൾ. അവൻ ഇവൻ്റെ ഫേസ് കാണില്ല, പക്ഷേ ഇവൻ്റെ ശരീരം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കാണാൻ. എന്താ വെച്ചാൽ ഇവൻ്റെ തലൻ്റെ ബാക്കിലാണ് ഇവൻ കിടക്കുന്നത്, അതുകൊണ്ട് കൂർക്കം വലി മാത്രമേ കേട്ടുള്ളൂ. എന്നിട്ട് ഇവൻ ഫോണിലൊരു 1 മണിക്കൂർ അങ്ങനെ കടന്നു. ഫോണിൽ ഓരോ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡ് നോക്കിയിട്ടോ ഫേസ്ബുക്കിൽ ഫീഡ് നോക്കിയിട്ട് അവൻ അങ്ങനെ കടന്നു. അങ്ങനെ 7:30 ആയപ്പോൾ അടുത്ത ചേട്ടൻ നീച്ചു. അവിടെയുള്ള വേറൊരു ചേട്ടൻ, 29 വയസ്സുള്ള ചേട്ടൻ. ആ ചേട്ടൻ എണീച്ചപ്പോൾ ഇവന്റെ ഫേസ് കാണായിരുന്നു ആ ചേട്ടന്. അല്ലല്ല, ആ ചേട്ടൻ വാഷ്റൂം പോയി തിരിച്ചു വന്നപ്പോൾ ഡോർ തുറക്കുന്ന സമയത്ത് ഡോർ തുറക്കുമ്പോൾ ഈ സൈഡിലാണ് ആഷിക്ക് കിടക്കുന്നത്. അപ്പൊ ഡോർ തുറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആഷിക്കിന്റെ ഫേസ് കാണാം. അപ്പോ ഈ മൂന്നാമത് പറഞ്ഞ പയ്യൻ പുറത്തു പോയി വാഷ്റൂം പോയി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് ആഷിക്കിന്റെ ഫേസ് കാണുന്നതും. അപ്പൊ ഇങ്ങനെ പത പോലെ കണ്ടത്. അപ്പൊ അവര് ഈ അപസ്മാരകം വന്ന ആളെ പോലെയാണ് അവർക്കത് ഫീൽ ചെയ്തത്. അപ്പോ ചുണ്ട് കറുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇവർ പറയുന്നത് ആഷിക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്നായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ആദ്യം ആ ഡ്രൈവർ പയ്യനെ, അപ്പുറത്തെ റൂമിലെ ഡ്രൈവർ പയ്യനെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ അവൻ ഉറങ്ങായതുകൊണ്ട് അവൻ്റെ അടുത്തുള്ള മറ്റേ ഒരു ഫ്രണ്ട് എടുക്കുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂട്ടിയിട്ട് അവൻ വരുന്നു. അങ്ങനെ തന്നെ നെറ്റ് ഓഫ് ആയിരുന്നു, വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഇയാൾ റൂമിൽ പോയിട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർ ഫോൺ വിളിച്ചപ്പോൾ ഇവ എടുത്തില്ല, വേറെ പയ്യൻ എടുത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എടുത്തിട്ട് ഇവർ ഓടി വരുന്നു. അപ്പോൾ ഇവരെ വെപ്രാന്തിയൊക്കെ കാണുന്ന അടുത്തടുത്തുള്ള റൂമുകാരുണ്ട്. അതായത് റൂമൊക്കെ എടുത്തെടുത്താണ്, ഒരു ബിൽഡിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ താമസിക്കുകയാണ്. അതപ്പോൾ കൂടുതൽ യുക്രൈനിയൻസ് ഒക്കെയാണ് അവിടെ താമസിക്കുന്നത്, റഷ്യൻസ് ഒക്കെ. അപ്പോൾ അതിൽ ഈ കാര്യസ്ഥനായ ഉക്രൈനി, മല്ലനായ ഉക്രൈനി, നേരത്തെ ബേസ്ബോൾ സ്റ്റിക്കേറ്റ് വന്നിരുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അയാളാണ് ഈ വീടുകളൊക്കെ കാര്യങ്ങൾ നോക്കുക. പുതുതായി ഒരാൾ ആ ബിൽഡിങ്ങിലേക്ക് താമസം വരുന്നുണ്ടെങ്കിൽ അയാളാണ് റൂം കാണിച്ചു കൊടുക്കുന്നതൊക്കെ. പക്ഷേ അയാൾ ഓണറല്ല കേട്ടോ, അയാൾ അവിടെ വരുന്നു, അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അയാൾ വന്നിട്ട് എന്താണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്താണ് അയാൾ അങ്ങനെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള ആൾ പോലെയാണ് അയാൾ അവിടെ ആക്ട് ചെയ്യുന്നത്. അയാൾ അതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് പിന്നെ എന്താണെന്ന് നോക്കുന്നു. അങ്ങനെ ആഷിക്കിനെ ഇയാൾ പിടിച്ച് നുള്ളുന്നുണ്ട്, കയ്യിലോ കാലിലോ നുള്ളിയിട്ട് നോക്കുന്നുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴുത്തിൻ്റെ അവിടെ എങ്ങാനും പിടിച്ചിട്ട് അവരെന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇവരെ അടുത്ത് പറഞ്ഞത് ടൂ മച്ച് ആൽക്കഹോൾ എന്നുള്ള എന്തോ സൈൻ എന്തോ കാണിച്ചു കൊടുത്തിട്ടാണ്. ആൽക്കഹോൾ എന്നുള്ള പോളിഷിലോ ഉക്രൈനിലോ അയാൾ അങ്ങനെ ഇവരും എന്നിട്ട് അയാളാണ് ആംബുലൻസിനെ വിളിക്കുന്നത്. അപ്പോൾ സമയം ഒരു 7:45 ആംബുലൻസ് വന്നപ്പോൾ. ആംബുലൻസിനെ വിളിച്ചിട്ട് ആംബുലൻസ് വരുന്നു 7:45. ആംബുലൻസ് വന്നിട്ട് ആംബുലൻസ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ ഈ ബോഡിയൊക്കെ ഒന്ന് മാറ്റുമ്പോഴൊക്കെ ആംബുലൻസ് മാറ്റുമ്പോഴൊക്കെ അവിടെ മൂത്രം ഉണ്ടായിരുന്നു. ആഷിക്ക് ആ ബെഡ്ഷീറ്റിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പയ്യന്മാര് പറഞ്ഞാണ് പിന്നെ പറഞ്ഞെന്താ വെച്ചാല് രാവിലെ അവർ ആ സമയത്ത് ചെറിയൊരു കൂർക്കം വലി പോലെ ശബ്ദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്നൊരു നിരക്കും ചെറുതായിട്ടൊന്ന് മൂത്രം പോയി. മരണത്തിന്റെ സമയത്ത് ആ ഒരു സമയമായിരിക്കും അത്. ആ സമയത്താണ് മരിക്കുന്നത്. തലേന്ന് അടി കിട്ടിയിട്ടുണ്ടെങ്കിലും രാവിലെയാണ് ഈ മരണം സംഭവിക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 8:15 ഇവിടുത്തെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ വന്ന് ജസ്റ്റ് കൊണ്ടുപോകില്ല. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും, റെസ്ക്യൂ. അതെ, നല്ല അഡ്വാൻസ്ഡ് ആയ എല്ലാ സംഭവങ്ങളും അവരുടെ അടുത്തുള്ള ടൂൾസ്. ഇതിൻ്റെ അടുത്ത് ആ പയ്യൻ പറഞ്ഞ ആ റൂമിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, ഒരാളെ റൂമിലുണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിന്ന്. ആ പയ്യൻ പറഞ്ഞത് അവർ ECG വെക്കുന്ന, അവനക്ക് പറയാൻ അറിയാനിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, അവൻ ECG ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ വെക്കുന്ന ഇതില്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചു എന്നാണ് പറയുന്നത് ഇവൻ്റെ ശരീരത്ത്. അങ്ങനെ അവൻ അത് വെച്ചിട്ട് പിന്നെ ഒരു 8:15 ഇവർ കൺഫേം ചെയ്ത ഡെത്ത്. ആ വർക്കർ, റെസ്ക്യൂ വർക്കറാണ് ഈ ഡെത്ത് ഡിക്ലെയർ ചെയ്തത്. അത് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 8:34 ഡെത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിനെ അവിടെ ഒരു 3 മണിക്കൂർ കൊണ്ട് പലവിധ ഓഫീസേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. 3 മണിക്കൂർ ആ ബോഡി അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ പലവിധ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. ഈ വന്നവർ ആരും ഇംഗ്ലീഷിൽ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ഈ മലയാളീസിനായിട്ട്. അത് പോളണ്ടിലെ നിയമം അങ്ങനെയാണ്, അവർ പോളിഷിലേ സംസാരിക്കുള്ളൂ. നമുക്ക് അത്രയും കേസ് ഉണ്ടാകുമ്പോൾ നമ്മളെ അങ്ങനെ കൊണ്ടുപോയിട്ട്
പിന്നെ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ഓഫീസിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ പോളിഷിൽ സംസാരിക്കും, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ഒരാളും മിഡിലുണ്ടാവും. അങ്ങനെയൊക്കെ രീതിയിലാണ് ഒരു സിസ്റ്റം ഇവിടെ. അപ്പോൾ ആ ഒരു പിന്നെ 3 മണിക്കൂർ ഇവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറയുന്നത് ഈ ബേസ്ബോൾ സ്റ്റിക്കേറ്റ് വന്ന് അവിടുത്തെ ഈ കാര്യസ്ഥൻ എന്ന് പറയുന്ന ഈ ഉക്രൈനിനായിട്ടാണ് കൂടുതൽ, അയാളാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അയാളാണ് ഈ ഫോട്ടോ, അയാളെ ഫോട്ടോ ആണ് ഇവരെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്, ഒരു പാസ്പോർട്ടിൻ്റെ ഫോട്ടോ. അങ്ങനെ പല ഓഫീസേഴ്സും വന്നപ്പോൾ അയാളെടുത്താണ് സംസാരിച്ചിട്ടുള്ളത്. അയാളൊന്ന് പുറത്ത് പോയും തിരിച്ചു വരും, പുറത്ത് പോകും തിരിച്ചു വരും, അങ്ങനെയായിരുന്നു എന്നാണ് ഈ പയ്യന്മാരെ ഞങ്ങളടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇവർക്കും അപ്പോൾ ഈ അടി കൊണ്ട കാര്യം ഇവർക്ക് അറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ആഷിക്ക് ആ അടി ഉണ്ടായ ടൈമിൽ ആഷിക്കിന് എന്ത് പറ്റി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 പേരും 3 ദിശയിൽ ഓടി. ഒരാൾ റൂമിലോട്ട് കയറി വന്നു, ഒരാൾ അവിടെ കൂട്ടി ചവിട്ടിക്കൂട്ടി, ഒരാളെ നല്ല ആളുകൾ അവർ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ ആൾ പെട്ടെന്ന് ഓടി കയറിയിട്ട് റൂമിൽ കയറി. രണ്ടാമത്തെ ആൾക്ക് അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. അവര് അടിക്കൽ എന്ന രീതിയില് പോളിഷിൽ എന്തൊക്കെ പറഞ്ഞു. ഈ രണ്ടാമത്തെ പയ്യൻ, തലയൊക്കെ പൊട്ടിയ പയ്യൻ റൂമിൽ തിരിച്ചു കയറുന്നതിന് മുന്നേ ഇവര് പുറത്തുനിന്ന് അവന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നീമ നീമ പറയുന്നുണ്ട്. ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അറിയില്ല, പൊതുവെ ഒരു മീനിങ് വരുന്ന ഒരു പോളിഷ് വേർഡാണ് അത്. അപ്പൊ നീമ നീമ ഇങ്ങനെ പുറത്തുനിന്ന് നല്ല അലറി കരയുന്നത് ഇവർ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഈ അലറി കരഞ്ഞ പയ്യൻ റൂമിലോട്ട് കയറി വരും. പൊട്ടലും പിന്നെ തല പൊട്ടി ചോരയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ പുറത്തൊക്കെ നല്ല ചതവ് ഉണ്ടായിരുന്നു എന്നാണ് ഈ നമ്മളത് ഈ കാര്യങ്ങൾ പറഞ്ഞ പയ്യൻ പറഞ്ഞത്. മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശേഷമാണ് ആഷിഖ്. അതെ അതെ. അങ്ങനെ ആദ്യം ഇവർ വിളിക്കുന്നത്, ഈ സംഭവം കഴിഞ്ഞ് ഇവർ ആദ്യം വിളിക്കുന്നത് ഈ ആഷിഖിനെയാണ്. അതെ, ആഷിഖ്. അപ്പോൾ ആഷിഖ് എന്താ ചോദിക്കാന്നുള്ള, ഈ പയ്യന്മാർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഇവിടുന്ന് ചെയ്യാതെ കൊണ്ടുപോകാൻ എന്തെങ്കിലും പങ്കുണ്ടാവും? അല്ല, എനിക്ക് മനസ്സിലാക്കിയത് അന്ന് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ അവർ പല ആളുകളെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ സുഹൃത്തുക്കളാണല്ലോ. എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ നമ്പർ നിങ്ങളെ കിട്ടിയിട്ട് വിളിക്കുകയാണ്, ഇപ്പോൾ നമ്മളെ സുഹൃത്തിന് ഇങ്ങനൊരു വിഷയമുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, ആംബുലൻസിൻ്റെ ആളുകൾ വന്നിട്ട് അവർ ഡെത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് അറിയാൻ വേണ്ടിയാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് ആളെ പേരെന്താണ്? ആഷിഖ് രഘുവാണ്, അവൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒന്ന് അയക്കുമെന്ന് പറഞ്ഞു. ആളറിയാൻ നമുക്കൊന്ന്. അങ്ങനെ അവർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ആഷിഖ് രഘു, അപ്പോൾ തൃശ്ശൂരുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആംബുലൻസ് അവരെ വിളിച്ചു. ആംബുലൻസ് വന്നതിന് ശേഷം അവരെന്നോട് അന്ന് പറഞ്ഞത്, അവൻ രാവിലെ എണീറ്റ സമയത്ത് നുരയും പത പോലെ വായിന്നിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെറിയൊരു ചൂട് പോലെ, ചെറിയൊരു അനക്കം പോലെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. പക്ഷെ അവർ അന്ന് എന്നോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, അവൻ്റെ പാരൻസിനെ വിളിച്ച സമയത്തും ആരോടും പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവർ പറയുന്നത് തലേ ദിവസം 31-ാം തീയതി തലേ ദിവസം രാത്രി അവർ പാർട്ടി സംഘടിപ്പിച്ചു, ഈസ്റ്റർ പാർട്ടി. എല്ലാവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞാണ്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അടി ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അടിയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ മദ്യപിച്ചു, അങ്ങനെ അവന് കിടന്നു, അവന് ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ കിടന്നു, ഞങ്ങൾ കിടന്നു എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ച്. ശരിക്കും ഒരു നോർമൽ ഡെത്ത് എങ്ങനെയായിരിക്കും, ഒരു ഉറക്കത്തിൽ ഒരാൾ മരിക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് അന്ന് അവർ സംസാരിച്ചത്. പക്ഷെ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ്, ഈ നാട്ടിൽ വെച്ചിട്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ്, അല്ല അതിൻ്റെ മുമ്പ് നാട്ടിലെത്തി ഇവിടുന്ന് ഒരു ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എങ്ങനെ അതെന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സാധാരണ ഇവിടുന്ന് ഒരു ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ സാധാരണ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ കേട്ടത് അതായത് ഇന്നേ വരെ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാത്തൊരു ബോഡി മാത്രമല്ല ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അൺനോൺ റീസൺ, ഒരു റീസണും ഇല്ല, മരണത്തിന് ഒരു പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല രീതിയിലാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ പ്രോസിക്യൂട്ടറാണ് ഇത് പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടെന്നുള്ള അവരുടെ അടുത്താണല്ല നമ്മൾ മൊഴി കൊടുക്കുന്നത്. പോലീസിൻ്റെ അടുത്ത് കൊടുക്കും. ഈ പ്രോസിക്യൂട്ടർക്ക് ഇവർ ഇതേ മൊഴികളായിട്ടും കൊടുത്തിട്ടുണ്ടാവുക. തലേ ദിവസം അടി നടന്ന് ഈ വിഷയങ്ങളൊന്നും, ഈ ഉക്രൈനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇവർ എവിടെയും സംസാരിക്കുന്നില്ല. ഇവർ പാർട്ടി നടത്തി, അങ്ങനെ അവർ കിടന്നു, രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ സംഭവം ഇൻസിഡൻ്റ് ഉള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. ഇതേപോലെ ആയിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ പ്രോസിക്യൂട്ടർക്കും എല്ലാവർക്കും മൊഴി കൊടുത്തിട്ടുണ്ടാവുക. അവരതിനനുസരിച്ച് അവർക്കറിയില്ലല്ലോ ഈ തലക്ക് അടിയിട്ട കാര്യം. കാരണം ഇത് പുറത്തേക്ക് പരിക്കില്ല തലക്ക്, അതെ, പുറത്തേട്ട് ബ്ലീഡിങ് ഒന്നുമില്ല.
ചെറിയ എന്തോ മുറി ഉണ്ടല്ലേ ഫാരിസ? കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതവ് പോലെ ചതവ് പോലെ ഉണ്ട്, പക്ഷെ മുടി ഉണ്ടായതുകൊണ്ട് നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷൻ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് പിന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് വഴി പിന്നീട് ഉണ്ടായ ഒരു ഡെത്ത് ആണെന്നാണ്. മാത്രല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് 1 മുതൽ 5 വരെയുള്ള പോയിന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫ്രഷ് ആയിട്ടുള്ള 5 മുറിവുകൾ. അതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനം തലക്കേറ്റ ഇഞ്ചുറി ആണ്. അതിൽ കോസ് ഓഫ് ഡെത്തിന്റെ അവിടെ എഴുതിയിട്ടുള്ളത് തലക്കേറ്റ ഇഞ്ചുറി ആണെന്നാണ്. തലക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, തലയോട്ടി നീങ്ങുന്ന പോലെ അത്രക്ക് നല്ല മാരകമായിട്ടുള്ള ഒരു പ്രഹരം അടി കിട്ടിയിട്ടുണ്ട് തലക്ക്. എത്ര സെന്റിമീറ്റർ നീങ്ങി എന്ന് പറഞ്ഞില്ലേ? 5 സെന്റിമീറ്റർ. ഞാൻ കഴിഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിൽ ആഷിഖിന്റെ അച്ഛനോട് സംസാരിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കേസുണ്ട്. അതായത് അങ്ങനെ അടി കിട്ടിയ ഒരാള് എണീറ്റ് നടക്കൂല. ഇപ്പൊ നമ്മൾ സ്വാഭാവികം നമ്മൾ തല ചുമരുമ ഇടിച്ചാൽ പോയി നമുക്ക് ചെറിയൊരു മന്ദപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ബ്രെയിൻ മൂവ് ചെയ്യുന്ന ഒരു അടി കിട്ടിയ ഒരാൾ സ്വാഭാവികമായിട്ട് അവിടെ വീഴും. എന്നിട്ട് പിന്നെ നടക്കാൻ പറ്റില്ല, അവരും ബോധം പോയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ചില കേസുകളിൽ ഇപ്പൊ എത്ര പ്രഹരം കിട്ടിയാലും ഈ മദ്യം ഉള്ളിലുള്ള ഒരാൾക്ക്, ഒരു ആൽക്കഹോളിക്കായി നിൽക്കുന്ന ഒരാൾക്ക്, അത്യാവശ്യം മദ്യം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് അടി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ എണീറ്റ് വീണ്ടും അടിക്കാനൊക്കെ വരും. നല്ല ആ സമയത്ത് നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് അടി കിട്ടി അവന് എണീറ്റ് റൂമിലോട്ട് വന്നു, എനിക്ക് അടി കിട്ടി, അവന് ക്ഷീണം ഉണ്ടായിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ കിടന്നത്. പക്ഷെ ആ സമയത്ത് ആ ഒരു ഷോക്കിൽ, ആ ഒരു തരിപ്പിൽ ഒരു പക്ഷേ അവന് വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ കിടന്നതിന് ശേഷം പതിയെയാണ് മരണം സംഭവിക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ആളിന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. കാരണം രാവിലെയാണ് മരണപ്പെടുന്നത്. പിന്നീട് യുക്രൈനിയൻസ് കയറി വന്ന സമയത്തും ആള് എഴുതിച്ചു വന്നിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല മുറിവുള്ളതോ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ കയ്യിലും ഇവിടെ പല മുറിവുകളും പോസ്റ്റ്മോർട്ടത്തിൽ കാണിക്കണ്ടല്ലോ, ഒരു മുറിവോ പാടോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഒരു വ്യക്തത. അതില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡറിന്റെ ഭാഗത്ത് ഈ സ്ക്രാച്ച് നമ്മൾ എവിടെയൊക്കെ ഉരസിയ പോലെയുള്ള ഒരു മാർക്ക്. അതേപോലെ കാല് വലത് ഭാഗത്താണ്, അതിൽ 3 അല്ലേ, അതിൽ 1 ലെഫ്റ്റിലുണ്ട്, ബാക്കിയെല്ലാം ഈ സൈഡിലാണ്. വലത് ഭാഗത്ത് കാലിന്റെ മുട്ടിന് താഴെയായിട്ടും പിന്നെ ഇവിടെ ഒക്കെ ആയിട്ടാണ് സ്ക്രാച്ച് പോലെ ആണ് ഉള്ളത്. ഇതൊന്നും ആ പയ്യന്മാര് ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നില്ല മറ്റൊരു പയ്യൻ നല്ല അടി കിട്ടി ബ്ലഡ് ഒക്കെ വന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കാണ്ട് പോയതാണോ അതോ ഇവര് അറിഞ്ഞിട്ടും കാണാണ്ട് പോയതാണോ എനിക്ക് അറിയില്ല, മനസ്സിലാവുന്നില്ല. ആഷിക്ക, എന്നിട്ട് ഈ ബോഡി നാട്ടിലെത്തി ഇവിടുത്തെ ഒരാൾ സൈൻ ചെയ്തു, ആരാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തു, നാട്ടിലെത്തിയിട്ട് അച്ഛന്റെ ഡിസിഷനാണ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത്. അച്ഛനും അവരെ അച്ഛനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അവരെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. കാരണം ഒരു തവണ അവന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഈ ആളുകൾ പറയുന്നത് നോർമൽ ഡെത്ത് ആണെന്ന രീതിയിൽ സംസാരിക്കുന്നത്. അച്ഛനെ വിളിച്ചിട്ടും അതുപോലെ സംസാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന് ഫാമിലി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോ കീറി മുറിക്കുന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും എന്ത് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാല് അവൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, അവൻ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവൻ അവരുടെ അടുത്ത് പറയേണ്ടതാണ്, അറ്റ്ലീസ്റ്റ് പറയേണ്ടതാണ്. അപ്പൊ അവനങ്ങനെ ഹേർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു കാരണവും അവര് കാണുന്നില്ല, മനസ്സിലായില്ലേ? ആ ഒരു ഇതിനാണ് അവര് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നുള്ളൊരു പോയിന്റ്. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അതിൽ ഒരുപാട് ഇത് എന്തായാലും നോർമൽ ഡെത്ത് അല്ല. അത് ഇപ്പൊ ഇവര് പിന്നീട് പറഞ്ഞ കാര്യങ്ങള്, പിന്നീട് ഇങ്ങനെ യുക്രൈനിലെ വിഷയം ഉണ്ടായത്, വീട്ടിൽ കയറിയത്, പിന്നെ ആൽക്കഹോൾ ഷോപ്പിൽ പോയ സമയത്ത് നടന്ന അടി, അവിടെ നിന്ന് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് അവിടുന്ന് നല്ല രീതിയിൽ അടി നടന്നിട്ടുണ്ട്. അത് ആരാണ് അടിച്ചത്, ഉക്രൈനെയാണോ അടിച്ചത്, ഇനി ഇവര് തമ്മിൽ ഒന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ പറയുന്നത് ഇവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞത് അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞതല്ല, അവര് ഞങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങള് എന്തുകൊണ്ടാണ് അവര് നേരിട്ട് വന്ന് പറയാത്തത് എന്നുള്ളത്. അതെ, അതിന്റെ മുമ്പ് ഒരു കാര്യം അവര് പറഞ്ഞത്, അച്ഛൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാണെന്ന് ഇവരോട് പറഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു അച്ഛാ ചെയ്യണത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഈ പയ്യന്മാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് പയ്യന്മാർ ഇന്ന് പറഞ്ഞാട്ട കാര്യം. അപ്പോൾ ഇന്ന് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം തൃശ്ശൂർ വെച്ചിട്ടാണ്, അങ്ങനെയാണ് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് അച്ഛൻ ഇതിന് വേണ്ടി. അല്ല, നിങ്ങൾ ഇത് മറുപടി എന്തുകൊണ്ട് പയ്യന്മാർ ഇപ്പൊ നമ്മുടെ അടുത്ത് പയ്യന്മാർ പറഞ്ഞല്ലോ ഇങ്ങനെ പോഡ്കാസ്റ്റിലൊന്നും സംസാരിക്കാൻ ഞങ്ങള് അവിടെ പോയിട്ട് ഇവരുടെ അടുത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് മുതലേ ഇവരെ കിട്ടണം എന്നുള്ള ആഗ്രഹം. അവർ വന്ന് സംസാരിക്കട്ടെ, അവരാകുമ്പോൾ അവർ അതുപോലെ പറഞ്ഞോളും, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മനസ്സിലാക്കാന്നുള്ള ഒരു
ഒരു പ്ലാൻ ആയിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും പബ്ലിക്കലി ഫേസ് കാണിച്ച് സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് അവരെ വീട്ടുകാർ ഇത് അറിയുന്ന കുറേ ആൾക്കാർ ഇത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ അറിയേണ്ടതിൽ മോശമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇത് മോശം രീതിയിൽ അറിയേണ്ടത് നല്ലതല്ലേ, അറിയും ഇങ്ങനെ അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവർക്ക് അതൊന്നും, ഞങ്ങൾ 3-4 ആഷിക്ക് ഒരാഴ്ചൻ്റെ അടുത്ത ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കാം. ആഷിക്ക് എന്നും വിളിക്കും, ഞങ്ങൾ അവിടെ പോയി കണ്ട് സംസാരിച്ചു, ഒരുപാട് പറഞ്ഞു നോക്കി. നിങ്ങൾ ഞങ്ങളെ ചാനലിന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും വരണ്ട, നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് സെയിം മിസ്റ്റേക്കാണ് അവർ റിപ്പീറ്റ് ചെയ്യേണ്ടത്. എന്ത് വെച്ചിട്ടാ അവർ ആദ്യം ആരോടും പറഞ്ഞില്ല ഈ അടി ഉണ്ടായ കാര്യം. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇപ്പൊ ഫസ്റ്റ് അവർ ഈ അടീന്റെ കേസ് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു നാച്ചുറൽ ഡെത്തായിട്ട് പറഞ്ഞത്, അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് കുറച്ച് പരിക്കുകളും കാര്യങ്ങളും കണ്ട സമയത്താണ് അവർ അടിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അത് വിശ്വസിക്കൂല, കാരണം നമ്മൾ ഉണ്ടാക്കി പറയാന്ന് വിചാരിക്കും. ഇനി നാളെ ഇന്ന് ഫൈസൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു, ഇനി നാളെ ഇവരെ ഫേസും കാര്യങ്ങളും വന്നതിന് ശേഷം ഇവർ ഈ കഥ ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിക്കിന് മുന്നിൽ പറയുമ്പോൾ എന്താ പറയുക, ഇവരെ ഫേസ് രക്ഷിക്കാൻ വേണ്ടി പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ അവരടുത്ത് ഇത്രേ പറഞ്ഞോളൂ, നിങ്ങൾ നിങ്ങളുടെ സൈഡ് പറയാം, അച്ഛൻ്റെ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ പറയാം, ഇതിൽ ഏതാണ് സത്യം എന്നില്ല എന്തായാലും തെളിയട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാതിരുന്നത് അച്ഛന്റെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അടിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ മൊഴി വീണ്ടും അവർ മാറ്റി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു അച്ഛനെ സംബന്ധിച്ച് അച്ഛനല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കും ഡൗട്ടായി വരുന്നത് സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. എനിക്കും ഫുള്ളി ഇവര് പറഞ്ഞ കാര്യത്തിൽ കൺവിൻസ്ഡ് അല്ല ഞാനും. കാരണം ഇതിൽ അവരുടെ ഭാഗത്തും ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും, അവർ മറച്ചു വെക്കുന്നതായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ അവര് പറഞ്ഞത് കേട്ടിട്ടാണ് പറഞ്ഞത്, റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പൊ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയണത്. കാരണം അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവര് ഉക്രൈനായിട്ട് അടി ഉണ്ടായതാണ്, അവരിടയിൽ എന്തെങ്കിലും അടിപിടി ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. അവരടിയിൽ അടി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, കാരണങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഇതിലൊരാള് ഈ ഡ്രൈവർ പയ്യൻ അവന്റെ അന്നാണ് ആ ടാക്സി ഓടി പിന്നെ പണം ഉണ്ടാക്കൽ, അവൻ്റെ 9 to 5 ആണത്. ആ ജോലി എടുത്തിട്ടാണ് അവൻ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ലൈസൻസ് കട്ടാവാൻ കാരണം ആഷിക്ക് ഈ ഡോറ് തുറന്ന് ഈ വണ്ടിമ്മ തട്ടിയതാണ്. അത് കാരണം ഇവർ രാത്രി വന്നിട്ട് ആ പുറത്തോട്ട് പോയപ്പോൾ അതിൻ്റെ പേരിൽ സംസാരം ഉണ്ടായിട്ട് അടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് തോന്നിയൊരു കാര്യമാണ്, ഇങ്ങനെ ആയിരിക്കാം, അല്ലാതെ ഇരിക്കാം. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അവർ പറഞ്ഞു അമ്മയാണ് സത്യം, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ആ ഡ്രൈവർ പയ്യനല്ലട്ടോ പറഞ്ഞത്, ഡ്രൈവർ പയ്യനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഈ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞിട്ട് വേറൊരു പയ്യൻ്റെ അടുത്ത് കൊടുത്തു. ആ പയ്യനാ പറഞ്ഞു, ആ റൂമിലുണ്ടായിരുന്ന ആ പയ്യൻ, ചേട്ടാ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെ അവിടെ ജീവിച്ചിരുന്നത്, പിന്നെ അമ്മയാണ് സത്യം, എല്ലാവരും അമ്മയാണ് സത്യം, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ട പയ്യൻ്റെ അടുത്ത് നമ്മളിത് വീണ്ടും ചോദിച്ചതാണ്, അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇത് നടന്നിട്ടുണ്ടോ, നിങ്ങൾ അവരുടെ അടിയിൽ എന്തെങ്കിലും അടി ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അവരൊക്കെ അടിവരായിട്ട് പറയുന്നത് അവരടിയിൽ പ്രശ്നങ്ങളില്ല എന്നല്ല. പിന്നെ ഇതിൽ വേറെ പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും കുറേ കൊല്ലങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരല്ല, എല്ലാവരും 1 മാസം മാക്സിമം ഒരു 3 മാസം തമ്മിലുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അത്ര ഹെവി ഒരു ബോണ്ടിങ്ങോ ഹെവി ഫ്രണ്ട്ഷിപ്പോ ആയിട്ടില്ല, അതിക്കൊന്നും ഇവർ എത്തിയിട്ടില്ല. അതിൽ ഒരാളുണ്ടായിരുന്നു, വളരെ അടുത്തൊരു സുഹൃത്ത് മാത്രം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും സീനിയർ ആയിട്ട് ഇവിടെ എത്തിയതാരാ, ആ ഡ്രൈവർ പയ്യനാ. ഡ്രൈവർ പയ്യൻ 1.5 വർഷം, ആഷിക്ക് 1 വർഷം ആവുന്നു. അതിൽ വേറൊരു പയ്യൻ 1 വീക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഒരു പയ്യൻ അന്ന് വന്നിട്ടാണ് പലരും കാണുന്നത് ആ സെയിം ഡേ. ബന്ധമുള്ള വർഷങ്ങളായിട്ട് നാട്ടിൽ അറിയണ ഒരു അവൻ 2 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ ഇതിൽ 4 പേരെങ്ങാനും മാൾട്ടയിൽ നിന്ന് പണി പോയിട്ട് ഇവിടെ വന്നിട്ട് കോളേജിൽ വന്ന് നിന്നിട്ട് അങ്ങനെ കണ്ടുമുട്ടി, ഇവിടെ പല ജോബ് എടുത്തിട്ട് പിന്നെ ഇവരെ റൂമിലെത്തിയ കഥകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അറിയും, ഒരു ബ്ലൂ ഷർട്ട് ആഷിക്ക് അന്ന് ഇട്ടു എന്ന് പറയുന്ന ഷർട്ട്, ആ ഷർട്ട് ആ റൂമിലുണ്ടെന്ന് ഈ പയ്യന്മാർ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ആ റൂമിൽ പോയി നോക്കി. ഇതിന്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഞങ്ങൾ മാക്സിമം നമ്മൾ 2 റൂമിൽ അരിച്ചു പെറുക്കി. ഈ അവിടുത്തെ ആ കാര്യസ്ഥ എന്ന് പറഞ്ഞ ഉക്രൈനി വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ റൂമൊക്കെ തുറന്നത്. ഞങ്ങൾ ഇതെല്ലാം നോക്കി, എല്ലായിടത്തും നോക്കി, അവനും തിരയാൻ കൂടി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ അവരുടെ അടുത്ത് അവർ പറഞ്ഞത് ആ ഷർട്ടല്ല ഇട്ടിരുന്നത്, ഒരു റെഡ് ഹുഡിയാണ് ആ ടൈമിൽ ഇട്ടിരുന്നത്. എന്താ വെച്ചാൽ ബാറിലോട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ല മദ്യഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഈ റെഡ് ഹുഡി മാറ്റി ഇട്ടിരുന്നെന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു, എന്നാൽ റെഡ് ഹുഡിയുടെ, അപ്പോൾ അവർ പറഞ്ഞു ആ റെഡ് ഹുഡി ഇട്ട ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇന്നിപ്പോൾ ഈ പോഡ്കാസ്റ്റ് 9 മണിക്കാണ് ഞങ്ങൾ വെച്ചിരുന്നത്. ആ പയ്യൻ എനിക്ക് 8:30 വിളിച്ചാണ് ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞത്. 5 മിനിറ്റ് കൊണ്ട് അയച്ചുതരായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ആ ഫോട്ടോ ഇല്ല കേട്ടോ, ഡ്രൈവർ പയ്യൻ.
ആ ഫോട്ടോ അല്ല എടുത്തിട്ടില്ല അവർ ആദ്യം പറഞ്ഞെന്താ വെച്ചാല് ആ ഫോട്ടോ ഏതൊരു പയ്യന്റെ ഒരു ഫോണിലുണ്ട് ചാറ്റ് ആർക്കും അയച്ചെടുത്തപ്പോൾ ചാറ്റിലുണ്ട്, അപ്പൊ അതിൽ നിന്ന് സെൻഡ് ചെയ്ത് തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ ഈ ഷർട്ടും മിസ്സിംഗ് ആണ്. അവര് ആ റെഡ് ഹുഡ് ഇട്ടിരുന്നു എന്നുള്ള തെളിവിനൊന്നുമില്ല. അതൊരു കാര്യമാണ്. അതൊരു അപ്പൊ എൻ്റെ ഒരു പിന്നെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്കിതാണ് തോന്നിയത്. ഒന്നാമത്തേത് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ ഈ ലൈസൻസിന്റെ വർത്താനം, ലൈസൻസ് കട്ടാവാൻ കാരണം കാറ് തട്ടിയത് കാരണം ആഷിക്കാണെന്ന് പറഞ്ഞിട്ട് സംസാരം ഉണ്ടായിരുന്നു. തിരിച്ച് ഡ്രൈവർ പയ്യൻ വീട്ടിൽ റൂമിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഈ കാരണമാണ് എന്റെ ലൈസൻസ് പോയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് എന്ന് തുടങ്ങി എന്തെങ്കിലും അടികളോ ഉണ്ടായി നമുക്കറിയില്ല. മനുഷ്യന്മാരെ എത്ര ഫ്രണ്ട്സ് ആയാലും മദ്യം ചെന്നിട്ടുണ്ടെങ്കിൽ ആള് മാറും. ഇവര് രാവിലെ മുതലേ മദ്യം ഉപയോഗിക്കണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ രാത്രി 9:30 അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ ഈ ഉക്രൈനി അടിച്ചത് തന്നെ ആവാം. അവര് ഒരാളല്ലായിരുന്നു, അവരൊരു ടീമായിരുന്നു. ഇവരൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാല് അവരെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ അവരെന്തെങ്കിലും മോശമായിട്ട് നോക്കുകയോ ചെയ്താൽ ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാല് നല്ലോണം അവരടിക്കും. അവരടി എന്ന് പറഞ്ഞാൽ ഒരടിക്ക് തീരുന്ന അടിയായിരിക്കും, ഒരു മഴ അല്ലാത്ത നല്ല പൂശും. അതിന് ഒരു സംശയമില്ല, അത്രയ്ക്ക് ആരോഗ്യമാണ് അവർക്ക്. പിന്നെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത് വാർസോയിലാണ്, പോളണ്ടിന്റെ ക്യാപിറ്റൽ. അതിന്റെ ഒരു സൈഡിലാണ്. അതൊരു അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബാണ് മൊത്തത്തില്. ആകെ ബീറിന്റെ കുപ്പി മൊത്തത്തില്. നമ്മൾ ആ വീടിന്റെ സ്റ്റെപ്പ് കയറി ചെന്നപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് വീട്ടിൽ കയറിനോട് തന്നെ ഫുള്ള് ബീറിന്റെ കുപ്പികളെ നിരത്തി വെച്ചു. പിന്നെ വൃത്തിയില്ലാത്ത കിച്ചണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങനത്തെ ഒരു ഡേർട്ടി പ്ലേസ്. അതെ, അവർ 600 സ്ലോത്തിയാണ് ഒരാള് റെന്റ് കൊടുക്കുന്നത്. അവർ റൂമിൽ 3 ആൾക്കാരാണ്, ഒരാൾ 600 സ്ലോത്തി കൊടുക്കുന്നുണ്ട്. അതായത് 600 സ്ലോത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12,000 ഉറുപ്പിക വരും ഒരാൾ. അങ്ങനെ 3 പേരാണ് നിൽക്കുന്നത്. അവർക്ക് കിച്ചൺ കോമൺ ആണ് എല്ലാവർക്കും, ആ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും ഒരു കിച്ചൺ. ഈ ആഷിഖിന്റെ റൂമിൽ അതേപോലെ തന്നെ ടോയ്ലറ്റും അല്ലേ. പിന്നെ ഈ 2 റൂമും നമ്മൾ പറയുന്നത് അത് രണ്ടും അടുത്തടുത്തുള്ള ബിൽഡിംഗ് ആണ്, നടക്കാനും ദൂരം. ഈ റൂമിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിലെത്തും. അത്രേ ഉള്ളൂ, 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഉള്ളൂ. നമ്മളിങ്ങനെ 2 റൂം 2 വീട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് 2 തൊട്ടടുത്തുള്ള 2 നില ചെറിയ ഒരു സെറ്റപ്പാണ്. അതിൽ നിന്ന് ഇവിടുന്ന് തന്നെ ഇറങ്ങിയാൽ നേരെ കയറുന്നത് അപ്പുറത്തെ ഇതിന്റെ റൂമിലേക്കാണ്. നമ്മളിപ്പോൾ ഇത്രത്തോളം നമ്മളിപ്പോൾ ഈ ഉക്രൈനി അവരുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഈ പിള്ളേർ ഇവരുടെ സുഹൃത്ത് ആഷിഖ് രഘുവിന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഉക്രൈനിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ച കാര്യം എന്ന് പറയണം. ഉക്രൈനിന്റെ അടുത്ത് ഞങ്ങള് അവനക്ക് ലാംഗ്വേജ് അറിയായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിപ്പിച്ച് സംസാരിച്ചു. അത് പിന്നെ എന്താ പറയാ, അവര് പോളിഷിൽ സംസാരിച്ചു. അപ്പൊ ആ ഫ്രണ്ടിന്റെ അടുത്ത് ഇവൻ പറഞ്ഞത്, ഞങ്ങൾ അവിടെ ചെന്നൈക്ക് തന്നെ യുക്രൈൻ ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ റൂമിന് വന്നാണോ ചോദിച്ചു. അവൻ പണി കഴിഞ്ഞിട്ടാണ് വന്നത്. അവൻ വരുവോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ റൂമിന് വന്നാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അവൻ്റെ പേരൊക്കെ വിളിച്ച് ചെന്ന് ഈ ഫ്രണ്ടിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സീനിൽ രാത്രി പോയിട്ട് പിന്നെ രാവിലെയാണ് നമ്മൾ ചോദിച്ചത്. അതായത് നമുക്ക് ഈ പയ്യന്മാർ പറഞ്ഞ ഒരു ഇന്നലെയാണ് നമ്മൾ അവിടെ പോയത്. മിഞ്ഞാന്ന് പയ്യന്മാർ നമ്മളത് കുറച്ച് നേരം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ വടി ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടായിരുന്നോ? അതായത് ഈ യുക്രൈനിയൻസും നമ്മൾ ചോദിച്ചത്. പക്ഷെ ട്രാൻസ്ലേറ്ററെ അടുത്ത് ഇവൻ പറഞ്ഞത് എന്താണ്, ഞാൻ രാത്രി അവിടെ ഉണ്ടായിട്ടില്ല, പകലാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത്. അത് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞത് വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ രാവിലെ വന്നെന്നുള്ള രീതിയിൽ മൂപ്പര് ഇങ്ങനെ ഒരു ആക്ഷനെ കാണിച്ചു. ഞാനത് ചോദിച്ചപ്പോ സമയത്ത് ഉപരാക്ഷക്കന്മാർ അടി ഉണ്ടായിരുന്നു ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തത്, ഇത് ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്, ഇജ്ജ അടിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ അവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനാണിത് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അവന് സമാധാനത്തിൽ കടന്നുറങ്ങേണ്ട ഒരാളാണ്. അവനെ അറിയണം അത് പ്രശ്നമായിട്ടുണ്ടെന്നും ആൾക്കാർക്ക് അവനെ സംശയം ഉണ്ടെന്നും അവൻ്റെ അടുത്തുള്ള അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നല്ല സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളൊന്ന് പേടിച്ച രീതിയിലൊക്കെയാണ് അല്ലേ, ചെറിയൊരു പേടി മുഖത്തുണ്ടായിരുന്നു. അതെ. അപ്പോൾ അവിടെയാണ് ഇതാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ആൾക്കാരെ പോയി കാണലും ഇതിൻ്റെ പറ്റിയ ആൾക്കാരെ സംസാരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ഈ 7 ആൾതിയിൽ വേറൊരു തല അടിച്ച് പൊട്ടി എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ 2-3 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യുന്നില്ല. 3 പേരാണ് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രൈവർ പയ്യനും 3 പേർക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കാം. എന്തെങ്കിലും അറിയുണ്ടെങ്കിൽ ഈ പുറത്തു പോയ 3 പേര് ഇവരെ കഥകളിലൂടെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവരെ കഥകളിൽ ഇവര് പറഞ്ഞ ഈ പുറത്തു പോയ 3 പേരില് ആഷിഖും പിന്നെ ഡ്രൈവർ പയ്യനും പിന്നെ കിട്ടിയ പയ്യനും, അതില് ആ ഡ്രൈവർ പയ്യനോ മറ്റോനോ എന്തൊക്കെ അറിയണ്ടെങ്കിൽ അവർക്കറിയും. ഒന്നെങ്കിൽ അവരവിടെ വെച്ച് ആ ലൈസൻസിന്റെ പേരിലോ വേറെ എന്തെങ്കിലും പേരിലോ അടി ഉണ്ടായി,
അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഈ ഉക്രൈനിലേറ്റ് അവരെന്തായാലും ഒരസാൻ പോയി, അപ്പോൾ അതിനവർ തിരിച്ചടിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ നമ്മളത്ത് ഇപ്പൊ 3 പേരെ സംസാരിച്ച്, ബാക്കിയും ഏകദേശം 3 പേരുണ്ട്, മൊത്തം 7 പേരാ. 4 പേരുണ്ട് ബാക്കി. നിങ്ങൾ പറഞ്ഞാൽ തല പൊട്ടിയപ്പോ നമ്മൾ ഒരുപാട് ശ്രമിച്ചു സംസാരിക്കാൻ, പക്ഷെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കാണായിട്ടും അറിയായിട്ടും അല്ല. ഈ പയ്യന്മാരെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ പയ്യന്മാരെ അവരും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഈ പയ്യന്മാര് ഈ പറഞ്ഞ തല പൊട്ടിയ പയ്യനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സംസാരിച്ച പയ്യന്മാര്, പക്ഷെ നമ്മളായിട്ട് അവർ കണക്ട് ചെയ്യാൻ അവൻ റെഡി അല്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നില്ല. ബട്ട് എന്തിനു അതിന്റെ ചോദ്യം. ഇതിലിപ്പോ ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് 7 പേരുണ്ടല്ലോ, 7 പേരിൽ 7 പേർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്താ നടന്നിട്ടുള്ളത്. നമ്മൾ സംസാരിച്ച് 3 പേർക്ക് ചിലപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. മറ്റേ പുറത്തു പോയ ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടി അറിയാം. അതുകൊണ്ട് നമ്മളിപ്പോ ഇത് പറയുമ്പോ നമുക്ക് ഫുൾ പിന്നെന്താ വെച്ചാൽ ഇവരാദ്യം അന്ന് അന്ന് സംഭവിച്ച ആ വീട്ടില് അവിടെ ഒന്നല്ല ഇവരിപ്പോ താമസം, ജോലിന്റെ കാര്യങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പോർച്ചുഗലിലേക്ക്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളും കഴിഞ്ഞ പ്രാവശ്യം കുറെ കാണാൻ പോകുന്നത് ഒരു 100-150 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിറ്റിയിലേക്കാണ്. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് ഓരോ കാണാനും സംസാരിക്കാനും. അപ്പൊ അവിടെ ഉള്ള ആളുകൾ ഒരു 3 ആളാണ്. അപ്പൊ അവരുടെ അടുത്താണ് നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റിയിട്ടുള്ളത്. ഡ്രൈവർ പയ്യൻ 2 ആഴ്ച അവിടെ നിന്നുള്ളൂ, 2 ആഴ്ച ഒരാഴ്ച അങ്ങനെ. അവരെല്ലാവരും ബിലാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പാർട്ട്മെൻറ്റ് എടുത്തു. ഈ പയ്യന്മാർ അന്ന് തന്നെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം മുതൽ അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. അവർ മറ്റവൻ്റെ ഡ്രൈവർ പയ്യൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു ആ റൂമിൽ. എന്നിട്ട് ഇവർ ബിലാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അവിടെ കുറച്ച് കാലം ടാക്സി ഓടിയെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഇവർക്ക് കാരണങ്ങളുണ്ട്. സംഭവം എന്താ വെച്ചാൽ ടാക്സി ഓടിക്കൊണ്ടിരിക്കണ ലൈസൻസ് റദ്ദായി, പോലീസിൽ കേസായി. അപ്പോൾ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റു ജോലികൾ ഡ്രൈവ് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഈവൻ അവൻ്റെ ഇത് പിടിച്ചിട്ട് പോലും അവൻ ഡ്രൈവ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ലൈസൻസ് ടെസ്റ്റൊക്കെ എഴുതി ഇവിടെ കിട്ടിയ ആളാ. അവനക്ക് ഇനി അതൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, കളക്ട് ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ കേസ് തീരുമാനമായി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിലാണ് സംസാരിച്ചത്. അങ്ങനെ ഇത് പ്രശ്നമായി. ഇവർക്ക് ഇനി ഓടാൻ പറ്റില്ല. മറ്റൊരു 2 ആളും ഇതൊക്കെ പാടെ ഇവിടെ പോളണ്ടിൽ ഒരു നിയമം വന്നു, എല്ലാവർക്കും ടാക്സിക്ക് ലൈസൻസ് വരണം എന്നുള്ള നിയമം വന്നില്ല. അപ്പൊ അത് വന്നപ്പോ ഇവരെല്ലാരും നിർത്തി. ഇവർക്ക് അറിയണൊരു പിന്നെ ഡെലിവറിയാണ് ആഷിക്ക് ചെയ്തിരുന്നത് സ്കൂട്ടറിൽ. അതെ, ബോൾട്ടിലാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്ത് ഇപ്പൊ ഒരു ഇവിടുന്ന് 120-150 കിലോമീറ്റർ അപ്പുറത്തുള്ള അതെ ഈ 3 പേര്, അതിൽ 2 പേര് ആഷിക്കിന്റെ റൂമിൽ അപ്പം ഉണ്ടായിരുന്ന മരിച്ച ടൈമിലുണ്ടായിരുന്ന ആളും പിന്നെ ഈ ഡ്രൈവർ പയ്യനും. ഇവർ 3 പേരും 150 കിലോമീറ്റർ സിറ്റിയില്. ആ തല പൊട്ടിയ പയ്യൻ വേറെ സിറ്റിയിലുണ്ട്. നമ്മൾ ട്രൈ ചെയ്തു അവിടെ പോവാനും കോണ്ടാക്ട് ചെയ്യാനും, പക്ഷേ ലൈക്ക് അടുക്കുന്നില്ല. അന്ന് അടി നടന്നു. നമ്മളിപ്പോൾ ഈ ഇതിൽ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ഈ 24 ആൽക്കഹോളിൻ്റെ അവിടെ പോയി തിരിച്ചു വരുമ്പോഴാണ്, ആ സമയത്താണ് അടി നടക്കുന്നത് എന്ന് നമ്മൾ എന്തായാലും അടി നടന്നിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് പരിക്കുണ്ടായിട്ടുണ്ട്. ആ പയ്യന് തലക്കടി കിട്ടിയിട്ടുണ്ട്, ബ്ലീഡിങ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന ആഷിക്കിനും കാര്യമായിട്ട് പരിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അവർ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട് നമ്മൾ സംസാരിച്ചത്. അതിൽ ആ ഒരാളാണ് ഇപ്പോൾ ബ്ലീഡിങ് വന്ന ആളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. മറ്റാൾ സംസാരിച്ചപ്പോൾ ഇവർ പറയുന്ന സ്റ്റോറികൾ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ എല്ലാവരായിട്ടും നമ്മൾ സംസാരിച്ചു ഒരുവിധം. എല്ലാവരും മീൻസ് അവർ 3-4 പേരായിട്ട് നമ്മൾ ഏകദേശം സംസാരിച്ച് ഈ ഒരു ഇൻസിഡൻറ്റിലുള്ള 3 പേരും പിന്നെ ഉക്രൈനും 4 പേരും. ഇത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും കൺഫ്യൂഷനാണ്. അതാണ് ഇവരായിട്ട് പോയി സംസാരിച്ചപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു ലൂപ്പ് കിട്ടുമെന്ന് നോക്കി. എന്താ അറിയോ, ഇവര് നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അതും പാടി നമ്മൾ ഇതിൽ പറയേണ്ടതാണ്. ഈ പയ്യന്മാർക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പുറത്തു വരണം. പക്ഷെ ഇതിനാണ് അവരോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷെ അവര് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഒത്തിരി അവരെ വിളിച്ചു, ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അവര് വരാന്ന് പറഞ്ഞു, പിന്നെ അവര് തമ്മിൽ ഡിസ്കഷൻ നടക്കും. അപ്പൊ അവര് അതിന് പിന്മാറും, പിന്നെ പറയും വരാന്ന് പറയും, പിന്നെ ഡിസ്കഷൻ നടക്കും, പിന്മാറും. അങ്ങനെ ഒരാഴ്ച ഏകദേശം അങ്ങനെ പോയി. അതിലൊരു പയ്യന് നല്ല താല്പര്യമുണ്ട്. അവൻ ആഷിക്കിനോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഇല്ല എനിക്കാണ്. പിന്നെ അവൻ നല്ല താല്പര്യമുണ്ട് വരാൻ. പക്ഷെ കൂടെ അവര് പിന്നെ നമ്മുടെ അടുത്ത് ഓക്കെ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പോകും. പിന്നെ എന്തോ അവരുടെ ഡിസ്കഷൻ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല, എന്താണ് സംഭവിക്കുന്നത്. ഇതിപ്പോ എന്താ വെച്ചാൽ വിശദമായിട്ടുള്ള അന്വേഷണം, ഞങ്ങളുടെ ഒരു സൈഡ് എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് ഈ വിഷയം അന്വേഷണം നടക്കണം. ഇതിൽ തെറ്റുകാരാരാന്ന് കണ്ടെത്തണം, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. നമ്മൾ ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഫോർ ആഷിഖിന്റെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ആ കുട്ടി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പാരൻസ്
അവർക്കാണ് ഈ വിഷമം, അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവരെ കൂടെ നമ്മൾ ഈ കുറ്റം തെളിയോളം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമുക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റില്ല. നമ്മളിവിടെ അവനെ പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ വന്ന ആളുകളാണ് നമ്മൾ ഈ ജോലിക്കിടയിലുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതിന് കണ്ടെത്തിയിട്ടാണ് ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത്. പക്ഷെ നമുക്കിപ്പോൾ പറയാനുള്ളതാണ്, വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. അത് എന്തായാലും അതിന് കുറ്റം ആരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരിൽ ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. പക്ഷെ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത ഒരു രീതിയിലോട്ടാണ് ഇവർ പറയുന്നത്. ഈ ഓരോ ആളുകൾ പറയുന്നത് ഇപ്പോൾ അന്ന് പറഞ്ഞതിൻ്റെ സ്റ്റോറിയല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് പറഞ്ഞതിൽ ഉക്രൈനികളും ഇല്ല, ലൈസൻസ്, വണ്ടി, അങ്ങനത്തെ വിഷയങ്ങളേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അപ്പോൾ ഇപ്പോൾ എന്താണ് അവർക്ക് വരാനുള്ള മടി എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, നമുക്കറിയില്ല. ഒരു പക്ഷേ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കലി ഞങ്ങൾ അങ്ങനെ പറയില്ല. ഇത് കേസായി കഴിഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അവരോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. പയ്യനതിൻ്റെ ഇടയിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്നലെ സംസാരിച്ച പയ്യൻ. അവൻ പറഞ്ഞു ഇത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതും തലവേദനയായി എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അത് അറിയായിരുന്നല്ലോ. അപ്പോൾ പുതിയ കഥ ഇറക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തോണ്ട് ഒരു ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ പിള്ളേർക്കെതിരെ വരുന്ന ഒരു ആരോപണമായി മാറുന്നുണ്ട്. അപ്പൊ അതാണ് ഇവർക്കിപ്പോ ഇതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ ഇവിടെ വരുന്ന കുട്ടികൾക്ക്? പോളിഷ് പോലും അറിയില്ല. ഒരു പ്രോസിക്യൂട്ടറെ പ്രോസിക്യൂട്ടറെ ഇതായില്ല ഹോൾഡൊന്നും മരക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. അതിലൊരുത്തം പറഞ്ഞു ഞങ്ങളിവിടെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ വന്നതാണ് നാട്ടില്. അതാണ് നമ്മളൊരു സാധാരണക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം തടയാൻ നമ്മളെ പറ്റൂലല്ലോ. കാരണം നമ്മളെ ഗവൺമെന്റിന് ഒരു ടീം ഉണ്ടല്ലോ ഇവിടെ, അവര് NOC കൊടുത്തു കഴിഞ്ഞാലല്ലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന ലോക്കൽ പോലീസുകാരനോട് പോലും സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാത്ത സാഹചര്യത്തിൽ, അയാളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പ്രോസിക്യൂട്ടർക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാണ്ട് ബോഡി ഇവിടുന്ന് പുറത്തു വിടാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുള്ളൂ. അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇപ്പൊ ഈ പിള്ളേർക്കും തീർത്ത് പറയാൻ പറ്റൂല ആ യുക്രൈനിയാണ് ചെയ്തിട്ട്, കാരണം അവർ കണ്ടിട്ടില്ല. ഇപ്പൊ അവരും പറഞ്ഞത് അതായിരിക്കാം, യുക്രൈനി ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഇവരെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആഷിഖിനെ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഒരാളും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അടി കിട്ടിയ രണ്ടാളും, ഒരാൾ ആഷിക്കും മറ്റൊരാളാണ്, മറ്റൊരാളെടുത്ത് സംസാരിച്ചിട്ടില്ല. അല്ല, നമ്മളോട് സംസാരിച്ചവരാരും എല്ലാരും പറയുന്നതാണ്, സംസാരിച്ചവർ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവരുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ഒരു അടി കിട്ടണമെങ്കിൽ ആ പയ്യൻ ഇവരടുത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ആഷിക്കിന് അടി കിട്ടുന്നത് ഈ തല പൊട്ടിയ പയ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് ബാക്കിയുള്ളവരടുത്തും പറഞ്ഞിട്ടില്ല ബേസിക്കലി. അതേപോലെ തന്നെ നമുക്കൊക്കെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അവരിതിൽ കാണുന്നില്ല. എന്താ വെച്ചിട്ടാ ഇവന് ജസ്റ്റിസ് കിട്ടണം, ഇവന് വേണ്ടി ഏത് തല വരെ ഞാൻ പോണം എന്നുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടില്ലേ, അത് പക്ഷെ അവരുടെ ആയിട്ടില്ല. നിശ്ചയം പറഞ്ഞ കാരണം ആവാം, ചിലപ്പോൾ അത്രക്കും ക്ലോസ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അതായത് അതിൽ അച്ഛനും പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് നാട്ടിൽ അവർ അത്രക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ അച്ഛൻ ഒറ്റക്കാണ് ഈ കാര്യങ്ങൾ കേസ് നടത്തണം, മകന് വേണ്ടിയിട്ട് നടക്കണമെന്നും കാര്യങ്ങൾക്കും ആ ഒരു ആത്മാർത്ഥത ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. ആൾക്ക് പോലും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് വലിയ റെസ്പോൺസ് ഇല്ലാത്ത രീതിയിൽ അച്ഛനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇതിന് ഊരാൻ ശ്രമിക്കുന്നുണ്ട് ഈ കേസ് വന്നപ്പോ. എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും അത് യഥാർത്ഥ ഫ്രണ്ട്സിനെ ഇവിടെ കണ്ടപ്പോ ഇവന്റെ ഒരാളും ഇല്ലാതായി പോയി ഈ ടൈമില്. ഇപ്പോൾ നമ്മൾ ഇതിന് ഇറങ്ങിയപ്പോൾ നമ്മളെ അടുത്ത് തന്നെ പറഞ്ഞു ഇതിൽ പോയി സംസാരിക്കണ്ട, അതിന് പോയി തലടണ്ട, നിങ്ങളെ അടുത്തൊക്കെ പോലീസ്. നമ്മളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അല്ല ഇതിപ്പോ എന്താ പറയുക, സ്വാഭാവികമായിട്ട് ഇതിപ്പോ നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ഈ പയ്യന്മാരോട് പോയി സംസാരിച്ചു, നമ്മൾ അച്ഛനോട് സംസാരിച്ചു, നമ്മൾ ഈ അവിടെ അവൻ ആ വീട്ടിൽ പോയി, അവർ നിന്നിരുന്ന വീട്ടിൽ പോയി. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ ഒരു അന്വേഷണം നമ്മുടെ അടുത്തൊക്കെ ചോദ്യം വരും, നമ്മളടുത്ത് ചിലപ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദ്യം വരുന്ന അറിയാം. അപ്പൊ നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കുക, അതിന് തലയിടാന്ന്. പക്ഷെ ലൈക്ക് ഞങ്ങൾക്ക് തോന്നി ഇത് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നു. നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു സഹോദരൻ, അവനക്ക് നീതി കിട്ടട്ടെ, അത്രേ ഉള്ളൂ നമുക്ക്. അതിനിപ്പോ എന്തെങ്കിലും നമ്മളും ഇപ്പൊ ഈ കണ്ട കാര്യങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും പോയി മൊഴി കൊടുക്കാനോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. അതിപ്പോ നമ്മുടെ ബുദ്ധിമുട്ട് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ. അതേപോലെ തന്നെ സെയിം ഈ പയ്യന്മാർക്ക് ഇതിൽ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ നിരപരാധിത്വം അതും തെളിയിക്കപ്പെടണം, അതും വേണം. അതും ശരിയാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ടൈമിൽ വരെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. ഇനിയിപ്പോ അച്ഛന് വന്നിട്ടാണെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാം. അവരുടെ ഭാഗത്ത് എന്തായാലും സത്യം തെളിയണം. അവർക്ക് ഇനി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് കോൺടാക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് നമ്മുടെ
പോഡ്കാസ്റ്റിൽ സംസാരിക്കാം. ബേസിക്കലി വി വിൽ ഹെൽപ്പ് ദം. ബട്ട് അതാ പറഞ്ഞത്, അവർ നിരപരാധികളാണെങ്കിൽ അവർ കുടുങ്ങരുത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് സത്യം തെളിയണം. ആരാണ് ഇതിന്റെ പിറകിലുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഡ്രൈവർ സുഹൃത്ത്, ഞങ്ങൾ ആരും പേരും പറഞ്ഞിട്ടില്ല, കാരണം ഇവരൊക്കെ ആരോപിക്കപ്പെട്ട ആൾക്കാരാണ്, ഇവരെ തെളിയിച്ചിട്ടില്ല. നിലവിൽ ഇവരൊന്നും പ്രതികളല്ല, ആരോപണം മാത്രമേ ഉള്ളൂ. പക്ഷെ ആരാണ് തെറ്റ് ചെയ്തത്, ഉക്രൈനിയുടെ പേരും ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം നമ്മളിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ അങ്ങനെ നമ്മളെ പോകുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ ഇടുമ്പോൾ നമ്മളത് ബ്ലർ ചെയ്തിട്ട് ഇടുകയുള്ളൂ. അത് ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും ആ വീഡിയോസും, അവൻ്റെ റൂമിൽ പോയ വീഡിയോസും, ആ ഉക്രൈനിയുടെ ഫോട്ടോ വീഡിയോ, ആ പയ്യന്മാരുടെ എല്ലാം നമ്മളെടുത്തുണ്ട്. എല്ലാം നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ബട്ട് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ, മെജോറിറ്റി ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് മുന്നേയും. ഇതിലൊക്കെ പ്രധാനമായിട്ട് വില്ലനായി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മദ്യം, ലഹരി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾ മാക്സിമം നമ്മളെ കൺട്രോൾ ചെയ്യാം. നമുക്കിപ്പോൾ ആരും ഉപദേശിക്കാനൊന്നും പറ്റില്ല. ഇത് ഓരോ വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ്, ഓരോ ആളുകളെ ഇഷ്ടങ്ങളാണ്. നമ്മൾ പിന്നെ ഈ 20s ഉള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അവരോട് പിന്നെ ഉത്തരവാദിത്തമുള്ള ആരും ഇല്ല ഇവിടെ ചോദിക്കാനും പറയാനൊന്നും. അതായത് അച്ഛനും അമ്മയും വീട്ടുകാരും ആരും ഇല്ല, എന്തും ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 24 hours തുറക്കണ ഒറ്റ ഷോപ്പുള്ളത് മദ്യഷോപ്പാണ്. അത് ഏത് കവലയിൽ ചെന്നാലും ചെറിയ ടൗണിൽ പോയാലും എവിടെ പോയാലും ഇതുണ്ടാവും 24 hours. ഇവിടെ മരിജാനൊക്കെ എന്റെ അറിവിൽ ശരിയാണെങ്കിൽ 1 ഗ്രാമോ 2 ഗ്രാം എന്തോ ലീഗലാണ് ഇവിടെ. അത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഇവർക്കില്ലാതെ പറഞ്ഞേ. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ 24 hour ആൽക്കോൾ കിട്ടുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഇത് എന്തെന്നില്ല, ഇതുമായി ഒരു ബന്ധമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ലീഗലായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. ലീഗിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ സ്വയം സൂക്ഷിക്കാന്നുള്ളൂ. നമ്മളാരും നമ്മളെ രക്ഷിതാക്കളില്ല, നമുക്ക് നല്ലത് പറഞ്ഞു തരാനില്ല. നമ്മൾ അത്ര ക്ലോസ് അല്ല, സുഹൃത്തുക്കളും ഇല്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണ്. ആരും പറ്റും കെയർ ചെയ്യാത്തൊരു സാഹചര്യം കാണും. ആ സാഹചര്യമൊക്കെ കാണും. അതേപോലെ തന്നെ ഈ ആഷിഖിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഉക്രൈനി ഉണ്ടായിരുന്നു അടുത്ത റൂമിൽ, തൊട്ടടുത്ത റൂമിൽ. അവനെ ഞങ്ങൾ വിളിച്ചിട്ട് ഇവൻ്റെ ഫ്രണ്ട് എന്നാ പറഞ്ഞത്. ഇവനക്ക് ഉണ്ടായിരുന്ന അവിടെ ഒരു ഉക്രൈനി ഫ്രണ്ട്. പക്ഷെ അവനെ വിളിച്ചിട്ട് അവൻ വാർസോലേ ഇല്ല എന്നാ പറഞ്ഞത്. ഞാൻ എടുത്തപ്പോൾ റഷ്യക്കാരന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞല്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടി. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ നമുക്കും പോളിഷ് അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മളിത് ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പഠിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ അടുത്തൊന്ന് അടുക്കാണ്ട് പോലെ തോന്നി. അപ്പോൾ നമ്മൾ ആ റഷ്യക്കാരന് കുറച്ച് ഇങ്ങനെ ചെറിയ പൈസ കൊടുത്തപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരൻ നമുക്ക് ഈ ഉക്രൈനിന്റെ അവിടുത്തെ കാര്യസ്ഥന്റെ നമ്പർ തന്നതും കാര്യസ്ഥനെ വിളിച്ച് അത് സെറ്റ് ചെയ്ത് തന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവന്റെ കാണിച്ചതും പിന്നെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ എന്താ പറ്റി പറഞ്ഞതും ആൻഡ്രോയിഡ് നമ്പർ എന്നൊക്കെ ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് പൈസ കൊടുത്തപ്പോൾ അങ്ങനെയാണ് വന്നത്. ഇവിടുത്തെ വിഷയം ഇപ്പോൾ ഇതാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ പറഞ്ഞ അവൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ആഷിഖ് രഘുവിൻ്റെ സുഹൃത്തുക്കൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ 3 പേരോടാണ് നമ്മൾ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട്. 3 പേരും ഇതേ സ്റ്റോറിയിലാണ്. ഇതേ സ്റ്റോറി മീൻസ് ഈ ഒരു സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിൽ ആ ഒരു സുഹൃത്തിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധ്യത ഉണ്ടാകാം, നമുക്കറിയില്ല. കാരണം ആ ആഷിഖിൻ്റെ തൊട്ട് മുന്നേ അടി കിട്ടി ബ്ലീഡിങ് ആയിട്ട് റൂമിലേക്ക് കയറി വന്നത് അവനാണ്. അപ്പൊ അവന് നമുക്കറിയില്ല, ഇതെല്ലാം സാധ്യതകളാണ്, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അവര് തയ്യാറായില്ല, നമ്മളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഒരുപക്ഷെ അവർ നിയമപരമായിട്ട് പോലീസ് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരിക്കും. അത് അവർക്ക് ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ. താല്പര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിന് തയ്യാറായില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പോഡ്കാസ്റ്റിൽ വന്ന് പറയട്ടോ എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ. നമ്മൾ ഒരിക്കലും ആരും പ്രതിയാക്കാനല്ല ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നീതി കിട്ടാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അവരെ ഭാഗത്തുനിന്ന് കിട്ടിയ കാര്യം. അപ്പോൾ ഇപ്പോൾ നാട്ടില് ഇപ്പോൾ ജസ്റ്റിസ് ഫോർ ആഷിഖ് നമുക്കറിയാം, നമ്മൾ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഈ പയ്യന്മാർ മിസ്സിംഗ് ആണ്, അവരെ കാണാനില്ല. അവരെ പോലീസ് കേസ് പിടിക്കണം, അവർ പുറത്തില്ല, അവരുടെ മുങ്ങി നടക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല. അവരിവിടെ അവൈലബിൾ ആണ് എനി ടൈം. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നുണ്ട്. അവരെ റൂം ഇവിടെ നമുക്ക് റൂമിൽ കാണാൻ പറ്റുന്നുണ്ട്. 3 പേരേ ഉള്ളൂ ഇവിടെ. മറ്റുള്ള വേറെ സിറ്റികളിലാണ് അവർ ജോലി ആവശ്യാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആയതാണ്. ജോലി പോർച്ചുഗലിലുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്ക് ചിലവർക്ക് വിസ ഒക്കെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം അടുത്തൊന്നും ഇവിടുന്ന് പോകാനും പറ്റില്ല, വിസയുടെ വിഷയം ഉണ്ടായതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ എന്താ ഇതിൻ്റെ ആണ് അല്ലേ, പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സിന് പെയിൻറ്റ് ചെയ്യുന്ന ഏതോ ഒരു യൂറോപ്പ് ബേസ്ഡ് കമ്പനീൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. അത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ് ഈ 3 പേർക്ക്, ആക്സിപ്പയ്യനും വേറെ 2 പേർക്കും ഞങ്ങൾ പോയി കണ്ടേ. ഇനിയിപ്പോൾ ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പോലീസ് കേസ് രജിസ്റ്റർ ആയി എന്നാണ് പറഞ്ഞത്. ഇതിൽ വേറെ കേസ് നമ്മളാരും എക്സ്പേർട്സ് അല്ല. ഇപ്പോൾ ഈ പയ്യന്മാർ സംസാരിക്കുമ്പോഴോ അച്ഛൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഉക്രൈൻ സംസാരിക്കും, അവരുടെ ഫേസ് എക്സ്പ്രഷനോ അതൊന്നും നോക്കി ഇതിന്ന് കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു CBI അന്വേഷിക്കണ പോലെ ഈ സംഭവങ്ങൾ ഡോട്ട്സെല്ലാം കണക്ട് ചെയ്ത് അന്വേഷിക്കണം അത്രത്തോളം നമ്മൾ എക്സ്പേർട്സ് ഒന്നും അല്ല. അപ്പോൾ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പോലീസുകാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അന്വേഷിക്കട്ടെ. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം. ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. വിശദമായ അന്വേഷണം നടക്കണം. കുറ്റക്കാരാരാണെങ്കിലും അവരെ വിളിച്ചത് കൊണ്ടുവരണം, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം, അത് ആരാണെങ്കിലും. അതിലിപ്പോൾ യാതൊരു നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളെ ഭാഗം അതാണ്. നമ്മളിപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യാനോ നിഷ്പക്ഷമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യണില്ല. നമ്മളിപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നീതി കിട്ടണം, അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കൾ നിരപരാധികളാകാം. പിന്നെ അവരിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. അത് ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് അന്ന് രാത്രി. പക്ഷെ ഇവർക്കൊന്നും അറിയില്ല. ഒന്നാമത് അവർ പറഞ്ഞ കാര്യമാണ്, അവർ മദ്യത്തിലായിരുന്നു. അല്ല, ഈസ്റ്റർ പാർട്ടി അവർ മദ്യത്തിലായിരുന്നു. അവർ വീണ്ടും ഈ അടി നടക്കുന്നതും മദ്യത്തിന് വേണ്ടി പോണ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നതും അങ്ങനെയാണ്. രാവിലെ മുതലേ മദ്യത്തിലാണ് ഇവര്. ഈ കാറ് തട്ടുന്നത് 12:45 ആ ടൈമിൽ കാറ് തട്ടുമ്പോ മദ്യം അങ്ങനെയല്ലോ ഒരു സുഹൃത്തിന് എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ സമയത്ത് മദ്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ ലൈസൻസ് സസ്പെൻഡ് ചെയ്തില്ല, റദ്ദാക്കി എന്തോ ഒരു വിഷയം വന്നിട്ടുണ്ട്. അത് പോലീസ് കണ്ടെത്തുമ്പോഴാണല്ലോ ലൈസൻസിന് ഇഷ്യൂ വരിക. അല്ല, ഞാനിപ്പോൾ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടി കൊണ്ടിട്ടുണ്ടെങ്കിലും എണീറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ അപ്പം തന്നെ വീണോണമെന്നില്ല, അതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മദ്യപിച്ചതുകൊണ്ട് ചിലപ്പോൾ വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിൽ പിന്നെ പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ തലക്ക് നല്ല മാരകമായിട്ട് പരിക്ക് പറ്റി കഴിഞ്ഞാൽ, തലക്ക് ഇങ്ങനെ അടി കിട്ടി കഴിഞ്ഞാൽ വരുന്ന സിംറ്റംസ് ആണ്, ഈ ലക്ഷണങ്ങളാണ് ഈ നൊരയും പതയും വരലും. ഈ സൗണ്ട് ഉണ്ടല്ലോ, കൂർക്കം വലിക്കാത്തവർ കൂർക്കം വലിച്ചു എന്ന് പറയല്ലോ, അത് ആ സമയത്ത് ഇവിടെ 1-2 മെയിൻ ബിഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി ഇവിടുന്ന് വിട്ടത്. അതൊക്കെ എന്ത് കാരണത്താലാണ് നമുക്ക് ഇപ്പോഴും അൺക്ലിയർ ആണ്. ഇപ്പൊ ഇവന്റെ മരണകാരണം ഓക്കെ, അത് അവിടെ ഒരു സൈഡിലുണ്ട്, അത് അൺക്ലിയർ അല്ല. ഇനി ഇതിൽ രണ്ടാമത് നമുക്ക് അൺക്ലിയർ ആവാത്ത കാര്യം ഇതാണ്. ഒന്ന്, ഈ എന്തുകൊണ്ട് പ്രോസിക്യൂട്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി വിട്ടു, അത് നമുക്കറിയില്ല. നമുക്ക് പ്രോസിക്യൂട്ടർ പോയി സംസാരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്, എംബസി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് ബോഡി ഇവിടുന്ന് പുറത്തേക്ക് കയറ്റി വിടാന്നാണ് പറഞ്ഞത് എൻ്റെ അറിവിൽ. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി എംബസി എന്ത് അധികാരത്തിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു NOC ഇല്ലാണ്ട് കയറ്റി വിട്ടു? ഈ 2 കേസും ഈ 2 സംഭവം കൂടി അതിൽ അൺക്ലിയർ ആണ് നമുക്ക്. അത് അവരുടെ ഭാഗത്ത് എന്താണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, ഇവർ അന്നത്തെ ദിവസം, അന്ന് ഈ ഇൻസിഡന്റ് നടന്ന ദിവസം ഏപ്രിൽ 1-ാം തീയതി എന്നെ വിളിച്ച സമയം, മരണം നടക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ആ ദിവസം വീട്ടിൽ വിളിച്ച സമയത്തും ഇപ്പം എന്നെ വിളിച്ച സമയത്തും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ മറ്റ് ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചപ്പോഴൊന്നും ഇവരെന്ത് പറഞ്ഞിട്ടില്ല, ഈ ഉക്രൈനികളെ വിഷയമോ അടി ഉണ്ടായ വിഷയങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് പറഞ്ഞത് അവരെ വീട്ടിൽ ഈസ്റ്റർ പാർട്ടി 31-ാം തീയതി വെച്ചു. അത് പാർട്ടി കഴിഞ്ഞ് എല്ലാവരും നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് സ്പീക്കർ പാട്ടൊക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്ത് അവൻ ഭക്ഷണം കഴിക്കാതെ അവൻ കിടന്നു. അവർ പുറത്ത് പോയി കുക്ക് ചെയ്ത് അവരും കിടന്നു. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതാണ് നമ്മളോട് പറഞ്ഞത്. ഇത് പിന്നീട് അവർ മൊഴി മാറ്റി പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ വിശദമായിട്ട് ഇത് ഔട്ടായപ്പോൾ മരണകാരണം തലക്കേറ്റ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല, കാരണം അവർക്ക് അറിയാതിരിക്കൂല, അവരെ കൂടെ ഉള്ള അവരെ സുഹൃത്തല്ലേ. അപ്പം അങ്ങനെ ഒരു വിഷയമാണ് ഇതിൽ വന്നത്. ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല ചോദിച്ചപ്പോൾ പേടിച്ചിട്ടാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെ, ഞങ്ങൾക്ക് ഇതിലൊരു കൺക്ലൂഷൻ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ആരുമല്ല. നമുക്ക് നമ്മൾ അന്വേഷണം നടത്തിയൊന്നുമല്ല. നമ്മളെ സുഹൃത്ത്, നമ്മളെ സഹോദരൻ. പോളണ്ടിൽ നിന്ന് ഈ ഒരു സൈഡ് ആരും കേട്ടിട്ടില്ല. എല്ലാവരും വൺ സൈഡ് മാത്രമാണ് പറയണം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ എന്താ നടന്നുള്ളത് നമ്മുടെ രീതിക്ക് അന്വേഷിച്ചിട്ട് ഞങ്ങൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇത് സത്യമാണെന്ന് നമുക്ക് ഉറപ്പില്ല.
ഫീലിംഗ് കിട്ടിയാൽ മാത്രമല്ല ഒരുപാട് ആളെ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കണില്ല, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. നമുക്ക് വെറുതെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഉള്ള ആളുകളായിട്ടൊന്ന് കണ്ടിട്ട് സംസാരിക്കാൻ കുറെ ആയി ഇങ്ങനെ പറയാൻ തുടങ്ങി. ലൈക്ക് ഒരു 1-2 ആഴ്ചയോളം ആയി നമ്മൾക്ക് റിക്വസ്റ്റ് വരാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ഇത് ഇത്രയും 2 ആഴ്ചയോളം ലേറ്റ്, 2 ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, 1.5 ആഴ്ചയോളം നമ്മൾ എപ്പിസോഡ് എയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് കിട്ടണം. ബേസിക്കലി നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കാര്യം നമ്മൾ ബിനോട്ടൻ വന്നപ്പോൾ മെൻഷൻ ചെയ്തതാണ്. അങ്ങനെ ഇവിടെ ഒരു പയ്യൻ മരിച്ചാണ്ടില്ല ലഹരി ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ. അന്ന് ബിനോട്ടൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ വിദേശത്ത് യൂറോപ്പിലൊക്കെ വരുമ്പോൾ മദ്യത്തിൻ്റെ ഒക്കെ ലഹരിൻ്റെ ഒക്കെ ഉപയോഗം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് കിട്ടും ചെയ്യും. നിങ്ങളെ ലൈഫാണ്. ഒരുപാട് എക്സാമ്പിൾസ് ഇല്ല പാരിസെ, എത്ര എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ തന്നെ സൂയിസൈഡ് ചെയ്തതും മരിച്ചതും ഒക്കെ ആയിട്ട് മലയാളീസ്. പിന്നെ പ്രധാനപ്പെട്ട എന്താ അറിയോ, ഇനിയിപ്പോ മദ്യം കഴിച്ചു എന്ന് വെക്കട്ടെ, ദയവ് ചെയ്ത് ഫോറിനേഴ്സ് ആയിട്ട് അടി ഉണ്ടാക്കാൻ നമ്മളെ പിടി നിൽക്കൂല. അവരെ ആരോഗ്യം എന്ന് പറഞ്ഞാല് ഭയങ്കര ആരോഗ്യമാണ്. ഒരു അടി കിട്ടി കഴിഞ്ഞാല് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ അവിടെ കിടക്കും. അത് ഈ പോളണ്ടിലും ഈ ഈസ്റ്റേൺ യൂറോപ്പിലുള്ള കൺട്രീസിലുള്ള അവർക്ക് ഒരു കണ്ണുചോരില്ലാത്ത രീതിയിൽ അവര് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അവര് വെറുതെ ഒന്ന് നോക്കാൻ പോലും പോകരുത്, കാരണം അവർക്ക് ഇഷ്ടപ്പെടൂല ഈ മദ്യപിച്ചിട്ട്. താഴെ വീഴണം, അങ്ങനെ അടിക്കും അവര്. MMA പോലെ ആണ്. ആളും കണ്ട് നോക്കൗട്ട് ആവുന്നത് വരെ അവര് അടിക്കും. അതെ. പിന്നെ രണ്ടാമത്തെ റീസൺ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഞാൻ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു, ഏകദേശം ഇത് നടന്ന് 4 മാസം അറൗണ്ടാണ്. പക്ഷേ അന്നൊന്നും നമുക്കിത് അറിയില്ല. ബേസിക്കലി നമ്മൾ വിചാരിക്കുന്നത് അന്നൊക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഓക്കെ ഒരു പയ്യൻ ഇങ്ങനെ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഓക്കെ ഒരു പയ്യൻ അറ്റാക്ക് വന്ന് മരിച്ചു, ഓക്കെ അവൻ്റെ ബോഡി നാട്ടിൽ കൊണ്ടുപോയി, ആ രീതിയിലാണ് നമ്മൾ. പക്ഷേ റീസെൻ്റ്ലി ഒരു 2 വീക്സ് ആയിട്ടാണ് നമ്മളിത് അറിയുന്നത്, ഓക്കെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മളും ബേസിക്കലി ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, 2 ആഴ്ച ഈ ടൈമിലാണ്. അപ്പോൾ നമ്മളത് അറിഞ്ഞു. അപ്പോൾ നമ്മളെ രീതിയിലൊരു ചെറിയ എന്താ പറയുക, നമ്മൾ പോഡ്കാസ്റ്റ് സംസാരിക്കുന്നതിന് മുന്നേ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് സംസാരിക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതൊന്ന് സംസാരിച്ചത്. ഇതൊന്നും സത്യമാണോ ാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, തീർച്ചയായിട്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് സത്യം എന്താണെന്ന് വിശദമായിട്ട് അന്വേഷണം നടക്കണം. അത് ആരാണ് ഇതിൻ്റെ പിറകിൽ, അവർക്കറിയാമായിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അവർ 3 പേര് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ആ ഉക്രൈനി അയാൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ട് അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ് സത്യം എന്നുള്ളത് വിശദമായ അന്വേഷണം നടക്കേണ്ട വേണം. അപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നാളെ ഈ അവസ്ഥ നമുക്കും വരാം, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിവിടെ ജോലി ചെയ്യാൻ വന്ന ആളുകളാണ്. നാളെ നമുക്ക് നമ്മളിപ്പോൾ അതിലൂടെ നടന്നു പോകുമ്പോൾ മദ്യപിക്കണമെന്നൊന്നുമില്ല, അടി കിട്ടണം, അവർ മദ്യപിച്ചാലും മതി. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളാരെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അത് എന്താ വെച്ചാൽ വ്യക്തമായ അന്വേഷണം, വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. അതിൽ ആരാണ് കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ തക്കതായ ശിക്ഷ കൊടുക്കുക. അത്രേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ 3 പേര് നിൽക്കുന്ന സിറ്റിയിലോട്ട് ഇനിയും ഞങ്ങളെ ക്യാമറ എക്യുപ്മെൻ്റ് ഒക്കെ എടുത്ത് പോയി അവർക്ക് പറയാനുള്ളതിന് അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ റെഡിയാണ്. അവരെപ്പോൾ വിളിച്ചാലും. പക്ഷേ അവർ റെഡി അല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഇത്രയും ആൾക്കാർ, ഞങ്ങൾക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആൾക്കാർ കാണാത്ത പ്രശ്നം വേണ്ട, മലയാളികൾ കാണാത്തൊരു പ്രശ്നം വേണ്ട, നിങ്ങളെ സൈഡ് കേൾക്കാത്ത അറിയാത്ത. അപ്പോൾ അതിന് ഞങ്ങൾ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരാം. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും, ഏത് രാത്രി വിളിച്ചാലും ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ 4 ആളും പോയിട്ട് അവിടെ ഞങ്ങളൊരു സ്റ്റുഡിയോ റെൻറ്റിനെടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിന് ഇനി എത്ര പൈസ ചിലവായാലും എന്ത് ചിലവുണ്ട് വന്നാലും ഞങ്ങൾ അത് ചെയ്യും. അല്ല, അതിൽ അവർ 2 റീസൺസ് നമ്മളോട് പറഞ്ഞു. ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ, എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ഞങ്ങളങ്ങനെ പബ്ലിക്കിലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പോലീസ് കേസാവട്ടെ, കേസായിട്ട് പോലീസ് ഞങ്ങളടുത്തേക്ക് ഞങ്ങളെ വിളിപ്പിക്കട്ടെ. ആ സമയത്ത് ഞങ്ങൾ പോലീസിനോട് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം, ഞങ്ങളെല്ലാവരും റെഡിയാണ്, അങ്ങ് പറയാൻ റെഡിയാണെന്നാണ് ഒരു റീസൺ. ഒരു റീസൺ അവർ പറഞ്ഞത്, ഞങ്ങളെ ഫാമിലിക്ക്, ഞങ്ങളെ വീട്ടിൽ, ഞങ്ങളെ കുടുംബം അവർക്കൊന്നും ഇത് അറിയില്ല, ഞങ്ങളെ മുഖവും ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കും എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. ഈ 2 റീസണാണ് നമുക്ക്. പിന്നെ വേറൊരു നെഗറ്റീവ് ഇമേജ് വന്നിട്ട് ആ രീതിക്ക്, പിന്നെ അവർക്ക് ആ രീതിക്ക് പോകണ്ടെന്നുള്ളത് കൊണ്ടാണ് അവർ വേണ്ടെന്ന്. പക്ഷെ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ തീരുമാനിക്കട്ടെ, അവരെ തീരുമാനങ്ങളാണ്. കാരണം അവരാണ് ഇതിലിപ്പോൾ പെട്ട് നിൽക്കുന്ന ആളുകൾ. അവരും കൂടി ഉത്തരവാദിത്തമാണ്. അവരെ കൂടെ അവരെ സ്വന്തം സുഹൃത്താണ്, സഹോദരനാണ്. അവരെ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങിയുന്ന ആളാണ്. ഒരുമിച്ച് മദ്യമാവട്ടെ, അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ആവട്ടെ, എൻ്റർടൈൻമെൻ്റ് ആവട്ടെ, ഇനിയിപ്പോൾ എല്ലാം ഒരുമിച്ച് നിന്നിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഒരു സ്വന്തം കൂട്ടത്തിൽ സ്വന്തം ഒരു അനിയൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ നീതി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ
അവൻ്റെ അച്ഛനെ പോലെയും അവൻ്റെ പേരൻസിനെ പോലെ മാത്രമല്ല അവർക്കും കൂടി ഉത്തരവാദിത്തം ഉണ്ടത്. അവരും കൂടിയും ചെയ്യേണ്ട കാര്യം. അവർ മുന്നിട്ട് ഇറങ്ങിയിട്ട് അതിന് മുന്നിട്ട് ഇറങ്ങണം അവർ. അതാണ് ഇവർ പറയുന്നൊരു വിഷയമുണ്ട്, നാട്ടിൽ നിന്ന് ഇവരെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ലാന്ന്. ഇവര് ഈ കേസുമായി ബന്ധപ്പെട്ട് തീരെ ബോണ്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊന്നും ഒരു കാരണം ആവരുത്. ഒരാൾ മരിച്ചതാണ്, ചെറിയൊരു കൺട്രിയാണ്. ഇവിടെ നിങ്ങളേ ഉള്ളൂ മലയാളീസ്. പരസ്പരം ഒരു ദിവസം അറിഞ്ഞെന്നുണ്ടെങ്കിൽ അവരൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടെങ്കിലും ഈ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ആശിക്കുന്ന ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക, ഒന്നും മറച്ചു വെക്കാതെ. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കള്ളം മറക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അവരാദ്യം മറച്ചു വെച്ച സംഭവം അത് ചെറിയൊരു തെറ്റല്ല, അത് വലിയ തെറ്റാണ്. കാരണം ആ ഒരു ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ, പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടന്നില്ല എങ്കിൽ നോർമൽ ഡെത്തിൽ അത് അങ്ങനെ ആ കേസ് അങ്ങനെ പോയേനെ. ഇതിപ്പോൾ ആ അച്ഛന് തോന്നിയ ഒരു ഇത് സ്വന്തം മകനാണ്, ആ അച്ഛന് ഒരു സംശയം തോന്നിയേക്കാം. അപ്പൊ അച്ഛനത് ദയവായിട്ടുണ്ടാക്കി കൊടുത്തൊരു സംശയം. അതെ, ആ ഒരു ഇതിൽ എത്തിക്കാൻ ആ ഫാമിലിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അങ്ങനെ ചെയ്യാൻ ആ ഒരു ധൈര്യവും പുള്ളിക്കാരൻ ചെയ്യുന്ന ഈ ഫൈറ്റും. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വീട് വിറ്റിട്ടായാലും ഞാൻ പോളണ്ടിൽ വന്നിട്ട് ആ പ്രതിയെ കണ്ടുപിടിക്കും. അങ്ങനെ അയാൾ റെഡി. അത് ആരച്ഛനായാലും ചെയ്യൂട്ടോ. മാനസികാവസ്ഥയാണത്. ചെയ്തിരിക്കും. നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റിക്കുമ്പോൾ നമുക്ക് അതൊരു വേദന മനസ്സിലാവുള്ളൂ. അതെ. എന്നാൽ നമ്മൾ പറയാനുള്ളതൊന്നും നമ്മൾ പോയിന്റ്സ് ഒന്നും ഇല്ല, നിലവിലില്ല. അപ്പൊ നമ്മളിത് കേട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ചിലപ്പോൾ ഒരു വ്യക്തത കുറവ് തോന്നിയിട്ടുണ്ടാകും. അത് നമ്മൾ കേട്ടത് അതേപോലെ പറഞ്ഞതാണ്. അപ്പൊ ഇനിയിപ്പോ അവര് വരാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കും. അവർക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള പ്ലാറ്റ്ഫോം ഓൾവേസ് ഞങ്ങളത് ഓപ്പൺ ആണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ എന്നാ ഈ എപ്പിസോഡിൽ തന്നെയുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്, അപ്പോൾ ആഷിഖിന് ജസ്റ്റിസ് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടി ഞങ്ങളെ സൈഡിൽ നിന്ന് എന്തിനും ഞങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾ പോളണ്ടിലുള്ള കാരണത്താൽ. അപ്പോൾ അപ്പോൾ ആഷിഖിനുള്ള താങ്ക്സ്, ഞങ്ങളെ കൂടെ പോകുന്നതിനും പിന്നെ ഈ എപ്പിസോഡിന് ജോയിൻ ചെയ്തതിനും താങ്ക് യു. ബൈ.